കർത്താവിന് സ്തോത്രം. എല്ലാ ദൈവമക്കളെയും, എൽബെഥേൽ ചർച്ചിലുള്ള ദൈവമക്കളെയും ഓൺലൈനിൽ കൂടെ കാണുന്നവരെയും നിങ്ങളെല്ലാവരെയും യേശു കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിൽ നിങ്ങളെല്ലാവരെയും വന്ദനം ചെയ്യുന്നു. കർത്താവ് നമുക്ക് തന്ന നല്ല സമയത്തിനായി സ്തോത്രം. ഈ ദൈവം നമ്മളോടുകൂടെ കണക്റ്റ് ആക്കേണ്ടിയവരെ ദൈവം കണക്റ്റ് ആകും. ദൈവം നമ്മളെ ഏൽപ്പിച്ച ശുശ്രൂഷയ്ക്കകത്ത് വിടുതലാകേണ്ടിയവർ നമ്മളിൽ കൂടെയുള്ള വിടുതലാകും. അങ്ങനെ ഉദാഹരണം, സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിലൊരു മുടന്തൻ ഇരിക്കുന്നു. അമ്മയുടെ ഉദരം മുതൽ മുടന്തനായിരിക്കുന്നു അവൻ ഇരിക്കുക. യേശു കർത്താവ് എത്ര പ്രാവശ്യം അതുവഴി പോയിട്ടുണ്ട്. കർത്താവ് അവനെ കണ്ടിട്ടുണ്ടല്ലോ. എന്നിട്ട് പിന്നെ എന്താ കർത്താവ് സൗഖ്യമാക്കാഞ്ഞ്? കർത്താവ് സൗഖ്യമാക്കിയില്ല. ബൈബിൾ പറഞ്ഞ കർത്താവിന് അടുക്ക വന്നവരെ ഒക്കെ കർത്താവ് സൗഖ്യമാക്കിയിട്ടുണ്ട്. ഈ സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിൽ ഇരുന്ന മുടന്തനെ കർത്താവ് കണ്ടിട്ടുണ്ട്. എന്താ സൗഖ്യമാക്കാഞ്ഞറിയാം? അവന് വേണ്ടി വെച്ചിരുന്ന വിടുതൽ പത്രോസിൻ്റെ യോഹന്നാനിൽ കൂടെയുള്ള വിടുതലാണ്. അപ്പം നമ്മളിൽ കൂടെ വിടുതലാകേണ്ടിയ ഒത്തിരിയും പേര് ബാംഗ്ലൂർ സിറ്റിയിലുണ്ട്. കർത്താവ് അവരെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ശുശ്രൂഷകളിൽ കൂടെ ഡെലിവറൻസ് ആകേണ്ടി വരും. ഞാൻ പറഞ്ഞ മനസ്സിലായോ? യേശു കർത്താവ് അതുവഴി പോയിട്ടും അവനെ കണ്ടിട്ടും എന്തുകൊണ്ട് സൗഖ്യം വരുത്തി കാണത്തില്ല? യേശു കർത്താവ് കണ്ടു കാണുമല്ലോ. എന്തുകൊണ്ട് 3.5 വർഷം ശുശ്രൂഷിച്ചിട്ടും യേശു കർത്താവ് അവനെ സൗഖ്യമാക്കിയില്ല? എന്തുകൊണ്ട് സൗഖ്യമാക്കാഞ്ഞ്? എൻ്റെ ശിഷ്യന്മാർ വരുന്നുണ്ട്, അവരുടെ കൈ കൊണ്ട് വിടുവിക്കപ്പെടാനായി ഈ പുള്ളിയെ ദൈവം മാക്കി വെച്ചിരിക്കുന്നത്. അപ്പം നിങ്ങളും ബാംഗ്ലൂർ സിറ്റിയിലകത്തുള്ളവരും നമ്മുടെ ശുശ്രൂഷയ്ക്കകത്ത് വിടുതലാകേണ്ടിയവരെ ദൈവം നമ്മുടെ കൂടെ കൊണ്ടുവന്നു. അവർ വന്ന് അവർ കർത്താവിൽ വിടുതലാകും. അപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ മീതെ സൗഖ്യം കർത്താവ് തരുന്ന ഓരോ കുടുംബങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ വിടുതൽ, സൗഖ്യം. ചിലപ്പോൾ ഒരാൾക്ക് സമയം എടുക്കുമായിരിക്കും, അതെനിക്കറിയത്തില്ല എന്താണ്. പക്ഷേ എനിക്ക് ചെയ്യാൻ പറ്റുന്ന നിങ്ങളെ ഡീപ്പ് വേർഡിലേക്ക് കൊണ്ടുപോകും, വചനം പഠിപ്പിക്കാം. കാരണം ഇത് നിങ്ങളുടെ നാളുകളിലെ ശുശ്രൂഷകളിൽ അനുഗ്രഹമാവും. നിങ്ങളുടെ ലൈഫിന് അനുഗ്രഹം. എൻ്റെ ലൈഫിൽ അങ്ങനെ അനുഗ്രഹമായിട്ട്. കാരണം നിങ്ങളുടെ ഓരോരുത്തരുടെ ലൈഫ് ദൈവം പണിതുകൊണ്ടിരിക്കുക. ഞാനത് കാണുക, പോസിറ്റീവ് സൈനായിട്ട് കാണുക. ഇന്നുള്ള എല്ലാ ബുദ്ധിമുട്ടുകളുടെ അകത്തും നിങ്ങൾ കർത്താവിൻ്റെ മുഖത്ത് നോക്ക്. നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ നിങ്ങളെ ഒരിക്കലും പിടിച്ചു നിർത്തത്തില്ല. നിങ്ങളുടെ ലൈഫ് വളരും, നിങ്ങളുടെ ലൈഫ് അനുഗ്രഹിക്കും. പിശാച് നിങ്ങളെ തടഞ്ഞ് ദൈവത്തിങ്കിലേക്ക് വരാതെ നിങ്ങളെ മാറ്റി നിർത്തണം. നിങ്ങളതിനെ ജയിക്കണം. ഓക്കെ, നമുക്ക് വരാം. ഇന്ന് നമ്മൾ സൂപ്പർ നാച്ചുറൽ പ്രൊട്ടക്ഷൻ്റെ അവസാനത്തെ ക്ലാസ്സിലേക്ക് വരിക. പക്ഷെ ഇന്ന് 2 കാര്യങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 2 കാര്യങ്ങൾ. ഇതുവരെ നിങ്ങൾ കേട്ടിട്ടില്ലാത്ത ഒരു കാര്യം, ഇതുവരെ ഞാനും കേട്ടിട്ടില്ലാത്ത ഒരു കാര്യം കർത്താവ് എന്നോട് കഴിഞ്ഞ ദിവസം പറഞ്ഞത് നിങ്ങളോട് കൂടെ ഷെയർ ചെയ്യാൻ വേണ്ടി പോവാം കേട്ടോ. അപ്പം ഇതൊക്കെ നിങ്ങളെ പഠിപ്പിച്ച് ഓർക്കുന്നുണ്ടോ? ഒന്ന് പറഞ്ഞ്. ഇതൊക്കെ നിങ്ങളെ പഠിപ്പിച്ചതാ. നോക്കിയേ, എത്ര മൈലാണ് ചെങ്കടൽ കടന്നതിൻ്റെ വീതി എത്ര, ആഴം എത്ര, അതിൻ്റെ സ്ട്രക്ചർ എന്തുവാ? ആൻറ്റി ഓർക്കുന്നുണ്ടോ? ഇതൊക്കെ പഠിപ്പിച്ചേ. ആൻറ്റി ഓർക്കുന്നുണ്ടോ? നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഈ സ്ലൈഡ് ഞാൻ പഠിപ്പിച്ചതാ. സിനി ആൻറ്റി ഓർക്കുന്നുണ്ടോ? ഒന്ന് പറയാമെന്ന് പറഞ്ഞേ ഉള്ളൂ. ഓക്കെ, ഞാനിത് പഠിപ്പിച്ചതായിട്ട് എൻ്റെ ഓർമ്മ. പഠിപ്പിച്ചിട്ടില്ല? എന്നാൽ പിന്നെ ഇതെങ്ങനെയാണ് ഇന്ന് വന്നത്? ഇന്ന് തുറന്നപ്പോൾ ഇതാ വന്നേ. പ്രേം ബ്രദർ തൊട്ടപ്പോൾ ഇത് വന്നു. എന്നാൽ ശരി, ഇത് ഞാൻ പിന്നീട് പഠിപ്പിക്കാം. എന്നെ ഓർപ്പിച്ചാൽ മതി. ഇത് ഞാൻ പഠിപ്പിച്ചു തരാം. ഇത് ഞാൻ എവിടെയോ ക്ലാസ് എടുത്തു. എന്നാൽ പിന്നെ സാറ്റർഡേ ക്ലാസ്സിലായിരിക്കാം. നോക്കി, എന്തുമാത്രം ടോപ്പിക്കൽ സൂപ്പർ നാച്ചുറൽ പ്രൊട്ടക്ഷനെ കുറിച്ച് നിങ്ങളെ പഠിപ്പിച്ചു. ഒരു പ്രസംഗം കേട്ടിട്ട് പോയതായിരുന്നു. നിങ്ങൾ ആദ്യം തൊട്ട് നോക്കിക്കേ, എത്ര വിഷയങ്ങൾ. ഞാൻ ഇന്ന് എല്ലാം റിവ്യൂ ചെയ്യുക. ബാക്കിയുള്ള സമയം ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. നോക്കിയേ, നിങ്ങളോട് എത്ര കാര്യങ്ങൾ ഞാൻ പഠിപ്പിച്ചു. ഇമ്പോർട്ടൻസ് ഓഫ് സൂപ്പർ നാച്ചുറൽ പ്രൊട്ടക്ഷൻ, അണ്ടർസ്റ്റാൻഡിങ് ദ പർപ്പസ് ഓഫ് ഗോഡ്. നിങ്ങളുടെ ജീവിതത്തിൽ പർപ്പസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? കാവൽ മനസ്സിലാക്കണം. ഓർക്കുന്നുണ്ടോ? നോക്കിയേ, ഇഫ് യു വാണ്ട് ടു ബി എ സക്സസ്ഫുൾ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഉയരണോ, നിങ്ങൾ എന്തോ ചെയ്യേണ്ടിയേ? ഞാൻ എൽബെഥേൽ AG ചർച്ചിൽ വന്നതുകൊണ്ട് ഉയരുമെന്നില്ല, ഒരു ചർച്ചിൽ പോയതുകൊണ്ട് ഉയരുമെന്നില്ല. നിങ്ങൾക്ക് വർഷങ്ങൾ ഒരു ചർച്ചിൽ പോയിരിക്കാം, ഉയർച്ച പ്രാപിക്കത്തില്ല. ഉയർച്ച കൊണ്ടുവരുന്നത് ദൈവവചനവും പരിശുദ്ധാത്മാവും. റോയ് പാസ്റ്ററല്ല നിങ്ങൾക്ക് ഉയർച്ച കൊണ്ടുവരുന്നത്. എനിക്കും ദൈവദാസന്മാർക്കും നിങ്ങളെ അനുഗ്രഹിക്കാനേ പറ്റത്തുള്ളൂ. പക്ഷെ വചനത്തിന് നിങ്ങളെ ഉയർത്താൻ പറ്റും, അല്ലേ? വചനത്തിന് നിങ്ങളെ അനുഗ്രഹിക്കാൻ പറ്റും, പരിശുദ്ധാത്മാവിന് നിങ്ങളെ ഉയർത്താൻ പറ്റും. നിങ്ങൾക്ക് സക്സസ്ഫുൾ ആകണോ, ഈ കാര്യം പഠിക്കണം. കാരണം പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിച്ചതാണ്. നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാകുന്നുണ്ടോ?
നിങ്ങൾക്ക് നന്മ കിട്ടി, പക്ഷെ കാവലില്ലെങ്കിലോ എല്ലാം ചോർന്നു പോകും, എല്ലാം ചോർന്നു പോകും. പക്ഷെ നിങ്ങളുടെ കാവൽ ബിൽഡ് ചെയ്യും. ദേശശക്തികൾ നിങ്ങളുടെ നേരെ വരുന്ന പല രോഗങ്ങളല്ല. നിങ്ങളുടെ നേരെ വരുന്ന പല അറ്റാക്കുകളല്ല. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഇളകുന്ന പല ഇളക്കങ്ങളും ചുമ്മാതല ഇളക്കങ്ങൾ. യേശു കർത്താവ് കണ്ടതുപോലെ കാണണം. കടലിളകി, പടകിനെ മുക്കാൻ നോക്കി, ഇളക്കി തലിച്ച് മറിക്കാൻ നോക്കി. കർത്താവ് ശാസിച്ചത് കടലിനെ അല്ല. ആരെ ശാസിച്ചു? കർത്താവ് ശാസിച്ചത് കാറ്റിനെ. കർത്താവ് ശാസിച്ചത് കടലിനെ ശാസിച്ചെന്ന് എഴുതിയിട്ടില്ല. അവൻ കാറ്റിനെ ശാസിച്ചു, കടലിനോട് അടങ്ങാന്ന് കൽപ്പിച്ചു. ഈ കാറ്റ് എവിടുന്ന് വന്നതാ? പ്രകൃതി ശക്തി വന്നതാ. എങ്ങനെ വന്നത്? യേശു കർത്താവ് വിടുവിക്കാൻ പോകുന്നത് ഗദരദേശത്തെ ഭൂതഗ്രസ്തനെയാണ്. അവന്റെ ലക്ഷ്യം അവനെ ഗദരദേശത്തെ ഭൂതഗ്രസ്തനെ മുക്കിക്കളയണമെന്ന്. അവനെ വിടുവിക്കാൻ വരുന്നവനെ മുക്കാനാ കാറ്റും കോളുമായിട്ട് വന്നേ. എൻ്റെ കർത്താവിനെ മുക്കാനല്ല, ശിഷ്യന്മാരെ പഠിപ്പിക്കാൻ വേണ്ടിയാ. കർത്താവ് സുഖമായിട്ട് കിടന്ന് ഉറങ്ങി. കർത്താവിനെ മുക്കാൻ പറ്റുന്ന ഒരു കാറ്റുമില്ല, പക്ഷേ കർത്താവ് ഇവിടെ കിടന്ന് ഉറങ്ങി. ശിഷ്യന്മാരെ പഠിപ്പിക്കാൻ വേണ്ടി ഇതെല്ലാം കർത്താവ് കാര്യങ്ങൾ ചെയ്തത്. മുക്കാൻ വന്നതിനെ കർത്താവ് പറഞ്ഞു ആട്ടങ്ങാൻ പറഞ്ഞു, കടലെ ശാന്തമാൻ പറഞ്ഞു. എന്നിട്ട് എന്നാ പിന്നെ ഭയങ്കര കാറ്റും കോളുക. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊരു വലിയ പാഠം പഠിച്ചു. നിങ്ങൾ എൻ്റെ കൂടാണോ കൂടിയത്? ചില കാര്യങ്ങൾ നിങ്ങൾ ഇച്ചിരി സ്ട്രോങ് ആയിട്ട് പഠിച്ചിരിക്കണം. ഒരു കാര്യത്തിന് കാല് വെച്ചോ, ആ കാലെടുക്കല്ല. ഒരു കാര്യത്തിന്, ദൈവകാര്യത്തിന് കാല് വെച്ചോ, എടുക്കല് കാല്. നിങ്ങളുടെ കർത്താവിൽ നിന്ന് പഠിക്കാൻ പറ്റും. മാനുഷികമായിട്ട് പരാജയങ്ങളൊക്കെ വരാം, പക്ഷെ എന്നും പരാജയമാവില്ല കേട്ടോ. എന്നും ഇറങ്ങിയോ യു ഷുഡ് മൂവ് ഫോർവേഡ് കേട്ടോ. യേശു കർത്താവ് പറഞ്ഞു, അയ്യോ എന്നാ ഇന്ന് കാറ്റ, കോള, പടക ഇന്ന് പറ്റത്തില്ല, നമുക്ക് തിരിച്ചു പോകാം കേട്ടോ. വേറൊരു കാറ്റില്ലാത്തവൻ പോവാം. നിന്നെ കൊണ്ട് ഒരു ചുക്കും നടക്കത്തില്ല. സോറി ആ വേർഡ് യൂസ് ചെയ്യുന്നത്. നിന്നെ കൊണ്ട് ലൈഫ് ലോങ് ഒരു ചുക്കും നടക്കത്തില്ല. ബൈബിളിൻ്റെ പ്രൊസീജിയർ, നീ കാലാളിനോട് ഓടി തോറ്റുപോയാൽ നീ കുതിരകളോട് എങ്ങനെ മത്സരിച്ചു കൊടുക്കും? യോർദാന്റെ വൺകാട്ടിൽ നീ എന്ത് ചെയ്യും? പ്രതിസന്ധി വരട്ടെ, സോ വാട്ട്? പ്രശ്നങ്ങൾ വരട്ടെ, സോ വാട്ട്? ഞാൻ എടുത്ത ഡിസിഷനിൽ ഞാൻ മുൻപോട്ട് പോയിരിക്കും. അതായിരിക്കണം എൻ്റെ കർത്താവ് എന്നെ വിളിച്ചത്. പ്രതിസന്ധി കണ്ടുകൊണ്ട് നിങ്ങൾ പുറകിലോട്ട് പോകരുത് കേട്ടോ. നിങ്ങളുടെ ലൈഫിനെ കൂടുതൽ പ്യൂരിഫൈ ചെയ്യാനായിട്ട് ഇതെല്ലാം ഉതകട്ടെ. നിങ്ങളുടെ ലൈഫിനകത്ത് വന്ന കുറവുകളെ കരഞ്ഞേറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ഇനി ഒരിക്കലും അത് ചെയ്യാതെ വണ്ണം ദൈവസ്ഥലെ തീരുമാനമെടുത്ത് അടുത്ത സ്റ്റെപ്പ് നോക്കണം, എഴുന്നേക്കണം. വീണടത്ത് കിടക്കല്ല. കറക്ഷൻ ദൈവത്തിന് ഇഷ്ടമാണ് കേട്ടോ. മനുഷ്യനാ, നമ്മുടെ ലൈഫിൽ കുറ്റങ്ങളും തെറ്റുകളും വരാം, പക്ഷെ കിടക്കല്ല, അവിടെ കറക്റ്റ് ചെയ്യണം. ഇതാ ബൈബിളിന്റെ തീം. ഇതാ അത് ആഴത്തിൽ ഉറക്ക നമ്മൾ പഠിപ്പിച്ചിരിക്കണം. വിശുദ്ധിയിൽ വളരണം, യേശുവിൽ വളരണം, ആഴത്തിൽ വേരൂന്നണം. നോക്കിക്കേ, നിങ്ങൾക്കൊരു സക്സസ്ഫുൾ ആകണം, എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം സിനിയാൻറ്റി? നമുക്ക് കാവല് വേണ്ടായോ? നമ്മുടെ ദൈവം തരുന്ന നന്മകളെല്ലാം നമുക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും സഭയ്ക്കും അനുഭവിക്കാനുള്ളത് സാത്താന് കൊടുക്കാനുള്ളതാണ്. അല്ല, കൊടുക്കല്ലേ, സാത്താന് വിട്ടുകൊടുക്കാനുള്ളതല്ല. അതിനെന്ത് ചെയ്യണം? നമ്മുടെ വീടിന് ചുറ്റും ആര് വേലി കെട്ടണം? ദൈവം വേലി കെട്ടണം. ദൈവത്തോട് പ്രാർത്ഥിക്കണം. അണ്ടർസ്റ്റാൻഡ് വേർ യു ഡോൾ. നിങ്ങൾ എവിടെയാ പാർക്കുന്നതെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണൂരിലാണോ പിന്നെ അനകൽപുരയിലാണോ താമസിക്കുന്നതല്ല ഓടിനർത്ഥം. ഭൂമി സാത്താൻ്റെ അധീനതയിലാണ്. സാത്താൻ്റെ അല്ല, സാത്താൻ്റെ അധീനതയിൽ. നീ എവിടെ പാർക്കുന്നു? കള്ളനുള്ളിടത്താ, വഞ്ചകനുള്ളിടത്താ, ഇരുട്ടുള്ളിടത്താ. നിങ്ങൾ ആരെങ്കിലും സന്തോഷത്തോടെ ഇരിക്കണമെന്ന് പിശാച് ആഗ്രഹിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. അവനെ വേരോടെ പിടിച്ചു കളയണം. അവൻ ഉള്ളിടത്താ. പക്ഷെ നിങ്ങൾ അവിടെയാ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കപ്പെടാൻ വിളിച്ചത്. ഒരു സ്തോത്രം പറഞ്ഞേ. നിങ്ങളെ അനുഗ്രഹിക്കുമ്പം കർത്താവ് നിങ്ങളെ ഒരു ക്രിസ്ത്യൻ കൺട്രി കൊണ്ടുപോയി നിങ്ങൾക്കെല്ലാം അനുകൂലമായിട്ട് അവിടെ കൊണ്ടിട്ട് നിങ്ങളെ ഒന്നുമല്ല, ഇളകി മറിയുന്ന നിങ്ങളെ വിഴുങ്ങാൻ വരുന്നതിനെ നടുവിൽ ദൈവം കൊണ്ട് അങ്ങോട്ട് കൊണ്ട് നിന്നെ നടും. മൊത്തം ചുറ്റിനും ഇളകി മറിയുന്നതായിരിക്കും. അതിന് ചുറ്റും കർത്താവ് നിന്റെ ചുറ്റും ഒരു വേലിയും കെട്ടും. കർത്താവ് കാണിച്ചു കൊടുക്കുന്നതാണ്, ഞാൻ നട്ടതിനെ ഞാൻ വളർത്തും.
നിങ്ങളെ എവിടെ കൊണ്ട് നടും? ഇസ്രായേൽ നോക്കി. ഞാൻ ഇസ്രായേലിനെ കുറിച്ച് പഠിപ്പിക്കുന്ന നിങ്ങളോട് പഠിപ്പിച്ചിട്ടുണ്ട്. 3 മിനിറ്റ് മതി ആ രാജ്യത്തിന് മുകളിൽ കൊണ്ട് ഒരു വിമാനം പോകാൻ. കേട്ടിട്ടുണ്ടോ? 1.5 മിനിറ്റ് മതി ഒരു ഫൈറ്റർ പ്ലെയിൻ പോകാൻ. അവരുടെ ചുറ്റിനും കിടക്കുന്ന 650 ഇരട്ടി വലിപ്പമുള്ള 5 ഇസ്ലാമിക രാജ്യങ്ങളാണ്. ഇത് ഓൺലൈനിൽ കൂടെ പോകുന്നതാ. നിങ്ങൾ കുറച്ച് പേരോട് കൂടെ ചുമ്മാ കിടന്ന് പിള്ളേരുടെ ഭാഷ പറഞ്ഞാൽ തള്ളാൻ പറ്റത്തില്ല. 650 ഇരട്ടി വലിപ്പമുള്ള 5 ഇസ്ലാമിക രാജ്യമാണ് ചുറ്റും കിടക്കുന്നത്. പൊട്ടുപോലത്തെ രാജ്യം. പിന്നെന്താ ഇവർ തൊടാത്തെ? ദൈവം നട്ടതിന് ചുറ്റിനും ദൈവം വേലിയും കെട്ടിയിട്ടുണ്ട്. നീ വെളിയിൽ കിടന്ന് എന്തോ കാണിച്ചു, ഇവനെ തൊടത്തില്ല. ഇസ്രായേലിന്റെ പരിപാലകന്റെ കണ്ണ് ഇവന്റെ മേലുണ്ട്. വളർച്ച സ്ലോ ആയിരിക്കാം, കണ്ടോ? നീ വളരും, നീ അനുഗ്രഹിക്കപ്പെടും. ഞാൻ ഇന്ന് പകൽ അത് ദൈവസഭയുടെ മേൽ റിലീസ് ചെയ്യാം. നിങ്ങൾ വളരും, ഇവിടെ ഇരിക്കുന്ന എല്ലാ ദൈവമക്കളും വളരും, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. എന്തു വേണോ അതിന്? കാവല്. കണ്ടോ? നോ യുവർ എനിമി. നിങ്ങൾ ചുമ്മാതെ പിശാചിനെ കുറിച്ച് ഒന്നും മനസ്സിലാക്കണ്ട. കർത്താവിന് പറഞ്ഞിട്ടുണ്ട്, പിശാചിന്റെ തന്ത്രങ്ങളെക്കുറിച്ച് നീ അറിയാത്തവരാകൽ. ഒരാൾ യുദ്ധത്തിന് പോകുമ്പോൾ അവൻ എത്ര ആയുധമുണ്ട്, എത്ര പടയാളികളുണ്ട്, അവൻ്റെ കപ്പാസിറ്റി എന്തുവന്ന് അറിഞ്ഞിട്ട് യുദ്ധത്തിന് പോകുന്നു ബൈബിൾ എഴുതിയിട്ടുണ്ട്, അല്ലേ? അപ്പോൾ നമ്മളൊന്നും അറിയണം, നമ്മൾ ചുമ്മാ അങ്ങ് പോയാൽ മതി. ചുമ്മാ ഫൂളാകാതെ. ബൈബിൾ വിസ്റ്റത്തിൻ്റെയാണ്. ഡോണ്ട് ബി ഫൂൾ. ഒത്തിരി സൈക്കോളജി വരും, ഒത്തിരി അതിനകത്തൊന്നും വിസ്റ്റമില്ല, വെളിച്ചമില്ല, ജീവനില്ല. ചിലർ ഭയങ്കര ബൈബിളിലെ വാക്യം പറഞ്ഞത്, അതിനകത്തൊന്നും ഒരു ജീവനില്ല. ഭയങ്കര വാക്യം പറയുന്നത്, ഒരു വെളിച്ചമില്ല. ഭയങ്കര വാക്യം പറയുന്നത്, അതിനകത്തൊന്നും നന്മയില്ല, വിസ്റ്റമില്ല. ദൈവവചനം ഭയങ്കര വിസ്റ്റമാണ്. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? എന്നോട് പണ്ടൊരാൾ ചോദിച്ചാൽ ചിലരുടെ മെസ്സേജ് കേട്ട് കഴിഞ്ഞാൽ കോർപ്പറേഷനിലെ വെള്ളം കുടിക്കുന്ന പോലെ, ക്ലോറിൻ വെള്ളം കുടിക്കുന്ന പോലെ കിറുങ്ങിപ്പോന്നെ കുറേ നേരം നടക്കാം. സൺഡേ ആരാധന കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാം കൺഫ്യൂഷനാണ്. എന്തു ഈ പുള്ളി പ്രസംഗിച്ചത്, എന്തുവാണ് കവി ഉദ്ദേശിച്ചത്? കോർപ്പറേഷനിലെ വെള്ളം കുടിക്കുന്ന പോലെ. ചിലരുടെ മെസ്സേജ് കേട്ടാൽ ടോക്സിക് വാട്ടർ കുടിക്കുന്ന പോലെ. ആകപ്പാടെ എല്ലാം കൂടെ ഇളകി നാശമായി, നമ്മളും ഇതായി. കാരണം ചിലരുടെ മെസ്സേജിനകത്ത് ടോക്സിക്കാണ്. അയാൾക്ക് തന്നെ അറിയത്തില്ല എന്തോ പഠിപ്പിക്കുന്നതെന്ന്. അയാൾക്ക് തന്നെ ഒരു വെളിച്ചമില്ല. പിന്നെ എല്ലാവരുടെയും മുന്നിൽ സ്റ്റേജിൽ നിന്ന് പറയണമെന്ന് പറഞ്ഞിട്ട് അവിടെ പറഞ്ഞു, ഇവിടെ പറഞ്ഞു, ഇവിടെ പറഞ്ഞു, അവിടെ പറഞ്ഞു. ഇതെന്തോ ഉദ്ദേശിച്ച കവി എന്തോ ഉദ്ദേശിച്ചേ? ജനത്തിന് വിടുതൽ കുഞ്ഞുമ എന്തായാലും പിന്നെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി. അങ്ങനല്ലേ? യു ഹാവ് ടു ബി വെരി ഫോക്കസ്ഡ്. അങ്ങനെ ഉള്ളിടത്തെ വിടുതൽ നടക്കത്തുള്ളൂ, കേട്ടോ? നോക്കിയേ, ഞാൻ വേഗത്തിൽ പോട്ടെ, സമയം പോവാ. ഇന്ന് നിങ്ങളോട് റിവ്യൂ. ദൈവവചനം എത്ര രീതികളിൽ പഠിക്കാൻ പറ്റും. പഠിപ്പിച്ച് ഓർക്കുന്നുണ്ടോ? അടുത്തത് ഇവിടെ തൊട്ട് നമ്മൾ തുടങ്ങി, അല്ലേ? എന്തുമാത്രം കാര്യങ്ങൾ പഠിച്ചു. നോക്കിയേ, പഴയ നിയമം മൊത്തം നോക്കിയേ. ഈ ഒരു സ്ലൈഡ് ഞാൻ പഠിപ്പിച്ചില്ലെന്ന് തോന്നുന്നു, അല്ലേ? പുതിയ സ്ലൈഡ്, അത് പുതിയ സ്ലൈഡാണ്. ഇത് രണ്ടു മൂന്നെണ്ണം പുതിയ സ്ലൈഡ്. ഇതൊക്കെ ഞാൻ ഓടിച്ചു പറഞ്ഞായിരുന്നു. ഈ ദൈവം എൻ്റെ ഇടയനാണ്. ഇടയനെന്ന് പറഞ്ഞ വേർഡിൻ്റെ അർത്ഥം എന്തുവാണെന്നറിയാമോ? ഒരാടിനെ പിടിക്കാൻ വരുമ്പം പിന്നെ സോളമനയ്യ ഒരു സിംഹം വരുന്നുണ്ടെന്ന് കണ്ടപ്പം അയ്യായോട് ഞാൻ പറയാം, അയ്യ അതുകൊണ്ട് അവിടെ ഏതാണ്ട് ഒരു ശബ്ദവും അനക്കവും കേൾക്കുന്നു, ഒന്ന് പോയി നോക്കിട്ടോ. ഈ പുള്ളി കണ്ട അവിടെ സിംഹമാണ് നിൽക്കുന്നത്. ഞാൻ പോയി പിടിക്കണ്ട, കാരണം എനിക്ക് തന്നെ എൻ്റെ ജീവൻ രക്ഷിക്കണമല്ലോ. അതിന് ആരെ പറഞ്ഞു വിട്ടു? സോളമനയ്യായെ. മനസ്സിലാകുന്നില്ല നിങ്ങൾക്ക്? ചില വിക്കട് ഇടയന്മാരുണ്ട്. പക്ഷെ നല്ല ഇടയൻ്റെ പ്രത്യേകത, ആടിനെ സിംഹം പിടിക്കാൻ വരുമ്പം സിംഹത്തിൻ്റെ മുന്നേ പോയി നിൽക്കും, തൊട്ടുപോയേക്കല്ലെന്ന് പറയും. ഇതെൻ്റെ ആടുകളാണ്, തൻ്റെ ജീവൻ കൊടുക്കുന്നതാണ്. ഇടയന്മാരുടെ ജോലി എന്തോ? ഞാൻ വാതിലാകുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു, തൻ്റെ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവൻ കൊടുക്കുന്നതാണ്. ദൈവം നമ്മളെ ഏൽപ്പിച്ചേക്കുന്ന ആടുകളാണ്, എന്നെ ഏൽപ്പിച്ചേക്കുന്ന ആടുകളാണ് ദൈവസഭ, അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ള ദൈവമക്കൾ. നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രതിസന്ധി പ്രശ്നം വരുന്നതിൻ്റെ മുമ്പിൽ വന്ന് നിന്ന് അതിനോട് പോരടിക്കാനാണ് ഇടയൻ്റെ ജോലി. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് പ്രേംബ്രദറിനെ വിട്ടേക്കാം അങ്ങോട്ട്. പുള്ളി പോയി അടി മേടിച്ചിട്ട് വരട്ടെ. ചൂട് കുഞ്ഞിക്കുരങ്ങനും, രുചി ആർക്കുവാ? അമ്മക്കുരങ്ങന്. അതല്ല, ഇതൊക്കെ ടെക്നിക്കാണ്. ഇതൊക്കെ വിക്കട് ഇടയന്മാർ. നല്ല ഇടയൻ
എന്നിട്ട് ബൈബിളിൽ കിടക്കുക, ഇടയൻ്റെ ക്വാളിറ്റീസ് കൊണ്ട് കിടക്കുക. നോക്കിയേ, ഇടയൻ്റെ ക്വാളിറ്റീസ്. ഇടയൻ തരുന്നത് ഗൈഡൻസ് തരും, പ്രൊവിഷൻ തരും, പ്രൊട്ടക്ഷൻ തരും. ആഹാ. അടുത്തത് ഗുഡ് ഷെപ്പേർഡാ. ആടിന് വേണ്ടിയ വെള്ളവും നല്ല പച്ചപ്പുല്ലും കൊടുക്കും. ആടിനെ തോളത്തെടുക്കും. ഇൻറ്റിമസി. ഒരു ഇടയെന്നുള്ള വേർഡിനകത്ത് വരുന്ന അർത്ഥങ്ങളാ. ഇനി നോക്കിയേ, വാക്യങ്ങൾ പറഞ്ഞേക്കുന്നത് എല്ലാം എത്ര സ്ഥലം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാ നല്ല ഇടയൻ. ആണോ? നമ്മുടെ ദൈവമാ നമ്മുടെ നല്ല ഇടയൻ. നിങ്ങളെ ചുമക്കേണ്ടടുത്ത് ചുമക്കും, നിങ്ങളെ താലോലിക്കേണ്ടടുത്ത് താലോലിക്കും, നിങ്ങൾക്ക് വെള്ളം തരേണ്ടടുത്ത് വെള്ളം തരും, പച്ചപ്പുല്ല് തരേണ്ടടുത്ത് പച്ചപ്പുല്ല് തരും. നിങ്ങളെ സൗഖ്യമില്ലാത്തപ്പം ദൈവം നിങ്ങൾക്ക് വേണ്ടി സൗഖ്യം തരും. തലയിൽ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുക പറഞ്ഞാൽ അത് ആ വേർഡിൻ്റെ അർത്ഥം ഇൻസെക്ട്സിൽ നിന്ന് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഞാനതൊക്കെ അനോയിൻറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ എന്തോ തലയിൽ അഭിഷേകം എന്നുള്ള വേർഡിനെ കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. പഴയ നിയമത്തിലെ ഏൻഷ്യൻ സിസ്റ്റമാണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഓർക്കുന്നുണ്ടോ, എനിക്കറിയത്തില്ല. നോക്കിയേ, അടുത്തത് ന്യൂ ടെസ്റ്റ്മെന്റിനകത്ത് കാവലിനെ കുറിച്ച് കിടക്കുന്നത്. നിങ്ങൾ ഇതൊക്കെ പഠിച്ചു, പെട്ടെന്നോ. അടുത്തത് സർവായുധവർഗം ധരിക്കുന്നതിനെ കുറിച്ച്. അതൊരു കാവല. സങ്കീർത്തനത്തിൽ എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഇനി ടെക്നിക്കലി ഇസ്രായേലിന്റെ ചരിത്രം ഞാൻ പറഞ്ഞു അല്ലേ? Their God changes the path of a rocket in a mid-air. ന്യൂസ് പേപ്പറിന്റെ കട്ടിങ് പറഞ്ഞു. അതിന്റെ വീഡിയോ ഞാൻ കാണിച്ചില്ല, അതെനിക്കറിയാം, വീഡിയോ കാണിച്ചിട്ടില്ല. ഇതാ വീഡിയോ, ആ ന്യൂസ് പറയുന്നതും അതെല്ലാമാണ്. അടുത്തൊരു യൂണിറ്റ് തുടങ്ങി. അടുത്ത യൂണിറ്റ് എത്രയൊക്കെ രീതികളിലാണ് കാവലുള്ളത്. ഇൻഡിവിജ്വലി കാവലുണ്ട്, ഫാമിലിക്ക് കാവലുണ്ട്, പൊസഷൻ, ഇതെല്ലാം ഞാൻ പഠിപ്പിച്ചതാണ്. ഇയ്യോബിന്റെ ചരിത്രങ്ങളിൽ കൂടെ രണ്ടാമത് വന്നു. നിങ്ങൾ എഴുതിയെടുക്കണമായിരുന്നു അല്ലേ? അടുത്ത പുതിയ സബ്ജക്റ്റ് തുടങ്ങാൻ പോവാ, നിങ്ങൾ എഴുതിയെടുക്കണം. ഒരു ബുക്ക് ഡയറി മേടിച്ചുകൊണ്ട് വരണം. ചർച്ചിന് വേണ്ടി മാത്രം ഒരു ഡയറി മേടിച്ചുകൊണ്ട് വരണം. ഓരോ സ്ലൈഡ് എഴുതാൻ ഓരോ പേജ് എടുക്കണം. കേട്ടോ മെസ്സിയ? ഓരോ സ്ലൈഡ് എഴുതാൻ ഓരോ പേജ് എടുക്കണം. ഇവിടെ പഠിപ്പിച്ചു. അടുത്തത് 3 തരത്തിലുള്ള കാവൽ പോകുമ്പം 7 തരത്തിലുള്ള നഷ്ടം വരും. എങ്ങനെ പിശാച് എങ്ങനെ പ്രവർത്തിക്കുന്നത്? പിശാച് ആരാ? അവൻ അക്യൂസറാ. നിങ്ങളുടെ നേരെ അക്യൂസ് ചെയ്യുമെന്ന് പഠിപ്പിച്ചോ? കേൾക്കുന്നുണ്ടോ? അക്യൂസ് ചെയ്യും. പിശാചിന്റെ പ്രവർത്തന ശൈലി എങ്ങനെ? അവൻ ടെസ്റ്റ് ചെയ്യും. പരീക്ഷയിൽ യേശു കർത്താവിനെ പറയുന്നുണ്ട്, കർത്താവേ പരീക്ഷയിൽ ഞങ്ങളെ അകപ്പെടുത്തല്ലേ. കർത്താവ് പരീക്ഷിക്കും, സാത്താനും പരീക്ഷിക്കും, നമ്മൾ തന്നെ പോയി അകപ്പെടുന്ന പരീക്ഷയുണ്ട്. 3 പരീക്ഷകളെ കുറിച്ച് ഞാൻ പഠിപ്പിച്ചു ബൈബിളിൽ. അതിന്റെ വാക്യങ്ങൾ കിടക്കുന്നു, എക്സ്പ്ലനേഷൻ ചെയ്തു. ഇനി നമ്മുടെ ലൈഫിൽ എങ്ങനെ വാതിൽ തുറക്കുന്നത്? വ്യക്തിപരമായി ഇയ്യോബിന്റെ ലൈഫിൽ തുറന്നതുപോലെയല്ല നമ്മുടെ ലൈഫിൽ തുറക്കുന്നത്. ഓർക്കുന്നുണ്ടോ? നമ്മുടെ ലൈഫിൽ എങ്ങനെ വാതിൽ തുറക്കുന്നത്? നമ്മുടെ ലൈഫിൽ വാതിൽ തുറന്നാൽ എന്തു പറ്റും? ഏതൊക്കെ ലെവലിലാണ് വാതിൽ തുറക്കുന്നത്? ഇനി വ്യക്തിപരമായിട്ടും ദേശത്തിനും കുടുംബത്തിലും, അവിടെ മാത്രം ദേശത്തിന് കാവലുണ്ട്. ഇനി കാവല് നഷ്ടമായ ഇസ്രയേലിന്റെ ചരിത്രങ്ങൾ ബൈബിളിൽ നിന്ന് അല്ലേ? എത്ര എക്സാമ്പിൾസ് ഞാൻ പഠിപ്പിച്ചു അല്ലേ? അടുത്തത് അതിൽ പഠിപ്പിച്ച ഒരു കാര്യമാണ് ക്രോണോളജി ഓഫ് ജഡ്ജസ്. അവരുടെ ടൈം ലൈൻ അല്ലേ? അവരുടെ ഏതൊക്കെ രാജാക്കന്മാർ ഭരിച്ചു, എന്തൊക്കെ പറ്റി. നോക്കിക്കേ, എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഐ എം നോട്ട് എക്സാജുറേറ്റിംഗ്, നോട്ട് ബോസ്റ്റിംഗ്. നിങ്ങൾക്ക് ഇത്രയും ഡീപ്പായിട്ട് പഠിക്കാൻ പറ്റുന്നത് ജെറമ്യാവിൻ്റെ ചരിത്രം, ആ ഹിസ്റ്ററി ഞാൻ പറഞ്ഞു, ടൈം ലൈൻ പഠിപ്പിച്ചു. ഇതൊക്കെ ഇനിയും ഡീറ്റെയിലാണ്. അടുത്തത് സെഖര്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ ചരിത്രം ഒക്കെ ഓർക്കുന്നുണ്ട്. BC 606, 596, 586 റിസ്റ്റോറേഷൻ 3 പ്രാവശ്യം നടന്നു. ഇതെല്ലാം പഠിപ്പിച്ചു. അടുത്തത് റിസ്റ്റോർ ദി സ്പിരിച്വൽ പ്രൊട്ടക്ഷൻ, എസ്തേറിന്റെ ചരിത്രം അല്ലേ? ആ എസ്തേറിന്റെ ചരിത്രം പഠിപ്പിച്ചപ്പോൾ ഇറാന്റെ ചരിത്രം ഞാൻ പഠിപ്പിച്ചു. ഇറാനിൽ വരെ വന്നു നിന്നു. ഓർക്കുന്നുണ്ടോ ഇതൊക്കെ? ഇനി നിങ്ങൾ യൂട്യൂബിലൊന്ന് നോക്കിയോ, ഇറാൻ്റെ ഒക്കെ ചരിത്രം ഇങ്ങനെ പഠിപ്പിച്ച വേറെ ആരെങ്കിലും ഉണ്ടോ എന്നൊന്ന് അടിച്ചു നോക്കിക്കോ. സൂപ്പർ നാച്ചുറൽ പ്രൊട്ടക്ഷൻ ടീച്ചിങ്സ് എന്ന് അടിച്ചു കൊടുത്ത് നോക്കുക. ആരൊക്കെ പഠിപ്പിക്കുന്നുണ്ടെന്ന് നോക്കി നോക്ക്. മലയാളത്തിനകത്ത് ആരൊക്കെ പഠിപ്പിക്കുന്നുണ്ടെന്ന് നോക്ക്.
ഇന്റർനാഷണലി 2-3 ദേവദാസന്മാരുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനിതൊന്ന് സെർച്ച് ചെയ്തു, വേറെ ആരെങ്കിലും പഠിപ്പിക്കുന്നവരുണ്ടോ നോക്കിയേ. എസ്തേറിന്റെ ചരിത്രം ചുമ്മാ പോയി നിങ്ങൾക്ക് യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കും, പഠിപ്പിക്കുന്നവരാരൊക്കെ ഉണ്ടെന്ന്. പക്ഷെ ഇതെല്ലാം നിങ്ങളുടെ ലൈഫിൽ ഡീപ്പ് വേർഡ്, നിങ്ങളുടെ ലൈഫിൽ ഡീപ്പ് ഡെലിവറൻസ് കൊണ്ടുവരും. പൂരീം ഫീസ്റ്റ്, ഇസ്രയേലിൻ്റെ മടങ്ങി വരവ്, എക്സാമ്പിൾസ് പറഞ്ഞു. അയൺ ഡൂം, ഏഞ്ചൽസ് ഇൻ ദ സിറ്റി, ഈ സിസ്റ്റമൊക്കെ നിങ്ങളോട് ഞാൻ പറഞ്ഞായിരുന്നോ? ആൻറ്റി നോക്കിക്കേ, പഠിപ്പിച്ചായിരുന്നോ? മന്ത്രവാദങ്ങൾ ഫലിക്കത്തില്ല. ഇതിൻ്റെ ഡീറ്റെയിലോട്ട് ഇത് സിമ്പിളായിട്ട് പഠിപ്പിച്ചേ ഉള്ളൂ. ഇത് ടാബർനാക്കിളിനകത്തെ ഡീറ്റെയിലാണ് അല്ലേ? ടാബർനാക്കിൾ എൻ്റെ ഒരു വിഷയമാണ്, അതൊന്നും പറഞ്ഞിട്ടില്ല. നോക്കിയേ, ഡാനിയലിൻ്റെ ചരിത്രം, എങ്ങനെ റിസ്റ്റോറേഷൻ നടന്നു, എന്തൊക്കെയാ റീസൺ, എന്തൊക്കെയാ കാവല് നഷ്ടമായാൽ എങ്ങനെയൊക്കെ റിസ്റ്റോർ ചെയ്യണം. അടുത്തത് ഓപ്പൺ ഡോർ, എങ്ങനെയൊക്കെയാ ഡോർ ഓപ്പൺ ആകുന്നത്. അടുത്തത് സമയം വരുമ്പോൾ ഇതെല്ലാം ബുദ്ധിമുട്ടായി തീരും. കേൾക്കുന്നുണ്ടോ? ഒരനുഗ്രഹത്തിൻ്റെ സമയം വരുമ്പോൾ, നന്മയുടെ സമയം വരുമ്പോൾ, ഉയർച്ചയുടെ സമയം വരുമ്പോൾ, ഇതൊക്കെ എത്ര പഠിപ്പിച്ചു? ഇനിയും എത്രാമത്തെ സ്ലൈഡ് കഴിഞ്ഞു? എങ്ങനെയാണ് വിടുതലെടുക്കാൻ പറ്റുന്നത്? അതാണ് തുടർന്ന് കൺഫെഷൻ. ദൈവം എത്ര രീതികളിൽ സംസാരിക്കും, ഓർക്കുന്നുണ്ടോ? ഇതൊക്കെ എത്ര രീതികളിൽ സംസാരിക്കും. അടുത്തത് എങ്ങനെയാണ് വിടുതലെടുക്കുന്നത്? കൺഫസ് ചെയ്യണം. അടുത്തത് എങ്ങനെ കൺഫസ് ചെയ്യണം, എന്തൊക്കെ കൺഫസ് ചെയ്യണം, എവിടെയൊക്കെ റിസ്റ്റോർ ചെയ്യണം. നോക്കിയേ, റിസ്റ്റോർ ചെയ്യേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ്. പ്രാർത്ഥിക്കണം, ഉപവസിക്കണം. ഉപവസിക്കുന്നതിൻ്റെ, പ്രാർത്ഥിക്കുന്നതിൻ്റെ, ക്ഷമയുടെയും താഴ്മ ധരിക്കുന്നതിൻ്റെയും ഒക്കെ വില എന്തുവെന്ന് ഞാൻ പഠിപ്പിച്ചു. നിങ്ങൾ ഓർക്കുന്നുണ്ടോ എല്ലാവരും? അടുത്തത് വചനം റീക്ലെയിം ചെയ്യണം. വചനമാണ് നമ്മളെ വിടുവിക്കുന്നത്. യേശു കർത്താവ് സാത്താനോട് എന്തോ പറഞ്ഞേ? വചനം കൊണ്ട് ജയിച്ചു. നിങ്ങൾ എന്ത് പറയണം? ഞാൻ പറഞ്ഞു ഇതൊരു പീനൽ കോഡാ എന്ന് വെച്ചാൽ നിയമാവലിയാണ്. ഓർക്കുന്നുണ്ടോ ഇതൊക്കെ? ഇത്ര ക്ലാസ്സുകൾ എടുത്തു. ഡിക്ലറേഷൻ കഴിഞ്ഞ ആഴ്ച ഇതുവരെ ഞാൻ പഠിപ്പിച്ചു, ഇതും പഠിപ്പിച്ചു അല്ലേ? ഇതെല്ലാം പഠിപ്പിച്ചു. ദൈവവചനം നിങ്ങൾ എന്തുമാത്രം കാര്യങ്ങൾ പഠിച്ചു. ഫുൾ കംപ്ലീറ്റ് ആയി. നോക്കിയേ, സൂപ്പർനാച്ചുറൽ പ്രൊട്ടക്ഷൻ. എൻ്റെ ലൈഫിൽ ദൈവവചനത്തിൻ്റെ ഭയങ്കര മിസ്റ്ററി ഓപ്പൺ ചെയ്ത് തന്നത് ഈ സൂപ്പർനാച്ചുറൽ പ്രൊട്ടക്ഷൻ. ദൈവം എന്നെ ഫസ്റ്റ് ടീച്ചിങ്ങിലേക്ക് ഇറക്കുമ്പം എന്നെ തുടക്കത്തിൽ ദൈവം പഠിപ്പിച്ചൊരു കാര്യമാണ് സൂപ്പർനാച്ചുറൽ പ്രൊട്ടക്ഷൻ. ഇത് പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, അത് കഴിഞ്ഞിട്ടാണ് ദൈവം എന്നെ ടാബർനാക്കിൾ പഠിപ്പിച്ച്, അത് കഴിഞ്ഞിട്ടാണ് ദൈവം എന്നെ ടൈം ആൻഡ് സീസൺ പഠിപ്പിച്ച്, ഇത് കഴിഞ്ഞിട്ടാണ് ദൈവം എന്നെ അനോയിൻറ്റിങ് ആൻഡ് ക്യാരക്ടർ പഠിപ്പിച്ച്, ഇന്ന് ഞാൻ എടുക്കുന്ന എല്ലാ സബ്ജക്റ്റുകളും പഠിപ്പിച്ചത് ഇത് പഠിപ്പിച്ചു കഴിഞ്ഞിട്ടാണ്. ദൈവം എന്നോട് പറയാൻ തുടങ്ങി, കാവലിനകത്ത് മറയാതെ ഒരാൾ എന്തൊക്കെ ശുശ്രൂഷ ചെയ്താലും, കാവലിനകത്ത് മറയാതെ നീ എത്ര വലിയ മൾട്ടിനാഷണൽ കമ്പനി ജോലിക്ക് കയറിയാലും, കാവലിനകത്ത് മറയാതെ നീ എത്ര വലിയ ബിസിനസ് ചെയ്താലും, കാവലിനകത്ത് മറയാതെ നീ എന്തൊക്കെ ചെയ്താലും എല്ലാം ചോർന്നു പോകും. നാളെ ചോരത്തില്ല, മറ്റന്നാൾ ചോരത്തില്ല. സമയം വരും ഒറ്റയടിക്ക്. അത് ആ സീസൺ വരുമ്പം കൊയ്യേണ്ട സമയം വരെ നോക്കിയിരിക്കും. കൊയ്യേണ്ട സമയമാകുമ്പോൾ മൊത്തം പോകും. പക്ഷെ ദൈവത്തിന് നിങ്ങളെ ഇനിയുള്ളൊരു കാലഘട്ടം, ഇയ്യോബിൻ്റെ ലൈഫ് റിസ്റ്റോർ ചെയ്തതുപോലെ ദൈവത്തിന് റിസ്റ്റോർ ചെയ്യാനുണ്ട്. ദൈവത്തിന് അനുഗ്രഹിക്കാനുണ്ട്. അനുഗ്രഹിക്കണമെങ്കിൽ എന്ത് വേണം? കാവൽ വേണം. നിങ്ങളിത് പഠിച്ചിട്ട് നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു, ഒറ്റ ദിവസത്തെ ക്ലാസ് മിസ് ചെയ്യല്ലോ. നിങ്ങൾ മിസ് ചെയ്യല്ലോ. എനിക്കൊരു മെസ്സേജ് എടുത്തിട്ട്, ഒറ്റ വാക്യം എടുത്തിട്ട് കൈയടിപ്പിച്ച് മെസ്സേജ് എടുപ്പിച്ചിട്ട് ആ വാക്യം മാത്രം പറഞ്ഞ് 1 മണിക്കൂർ കൊണ്ടുപോകാൻ എന്തുവായാലും ഒരു പാസ്റ്റർക്ക് അറിയാം. ഒരു കുഴപ്പമില്ല. കാരണം എത്ര മെസ്സേജ് എടുത്ത് ഒരു 15-17 വർഷം, 17 25 വർഷത്തിലായി കൂടുതലായി കർത്താവിൻ്റെ വേല ചെയ്യാൻ തുടങ്ങി. 25 വർഷത്തിൽ കൂടുതലായി. അപ്പോൾ എന്തുവായാലും ഒരു 25 വർഷം എടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും മെസ്സേജ് ഏത് വഴി കൂടെയും പോയി കുറേ കഥയും പറഞ്ഞ് എല്ലാം കഴിഞ്ഞ് പഠിപ്പിക്കാൻ ആർക്കും പറ്റും. പക്ഷേ നിങ്ങൾക്ക് ആഴത്തിൽ പഠിക്കണമെങ്കിൽ നിങ്ങളും കൂടെ മൈൻഡ് ഫ്രഷപ്പ് ആക്കി വാ. ഓരോ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? ടീച്ചർ പഠിപ്പിക്കുന്ന
സ്കൂളിൽ പഠിപ്പിക്കുന്നത് ഇന്ന് പഠിപ്പിച്ചു, കെസിയ ഇന്ന് പഠിപ്പിച്ചു, നാളെ പിള്ളേർക്ക് ചിലപ്പോൾ 1 വർഷം കഴിയുമ്പോൾ എക്സാം ഇടുമ്പോൾ അറിയാം അല്ലേ പിള്ളേരുടെ ലൈഫിൽ എന്തൊക്കെയാണ് പഠിച്ചത്, പ്രാക്ടീസ് ചെയ്ത് എങ്ങനെ ഗ്രോത്ത് ഉണ്ടോ ഇല്ലയോ, അങ്ങനല്ലേ? ഇതോരോ നമ്മുടെ ലൈഫിൽ ഇമ്പോർട്ടൻസാണ്, ഭയങ്കര ഇമ്പോർട്ടൻസാണ്. ഓക്കെ, റൈറ്റ്. സോ ഈ വിഷയം സൂപ്പർനാച്ചുറൽ പ്രൊട്ടക്ഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളുടെ വീടിന് ചുറ്റും നിങ്ങൾ വേലി കെട്ടണം. വിടവുകൾ കാണരുത്. നിങ്ങളുടെ ശുശ്രൂഷയ്ക്ക് ചുറ്റും വേലി കെട്ടണം. നിങ്ങളുടെ നന്മയ്ക്ക് ചുറ്റും വേലി കെട്ടണം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ചുറ്റും വേലി കെട്ടണം. നിങ്ങളുടെ അനുഗ്രഹത്തിന് ചുറ്റും വേലി കെട്ടണം. വേലി ഇല്ലാതെ ജീവിക്കരുത്. പിശാചിൻ്റെ ഇഷ്ടം നിങ്ങൾ കുടുംബത്തിൽ വേലിയില്ലാതെ കിടക്കണം. അവൻ എപ്പോഴെങ്കിലും വരാം, അവൻ എന്നും വരത്തില്ല. നിങ്ങൾ തോന്നുന്നുണ്ടോ ഒരു വീടിൻ്റെ ഡോർ ഇളകിപ്പോയി, നാളെ ഡോർ ഇളകിയതുകൊണ്ട് പിശാചി ഒന്നും കയറത്തില്ല. കുറേ ദിവസം കഴിയുമ്പോൾ നിങ്ങൾ ആ ഡോർ എത്ര നാളായിട്ട് ഇങ്ങനെ കിടക്കാം, നിങ്ങൾ നെഗ്ലക്റ്റ് ചെയ്യും. രാത്രി കിടക്കുമ്പോഴും ഡോറൊന്നുമില്ല, എത്ര ദിവസമായി ഇതൊക്കെ നെഗ്ലക്റ്റ് ചെയ്തു. പിശാചി മനസ്സിലാവും ഇവരെ ഇഗ്നോറൻ്റ് ആയി, ഇവർ യൂസ് ടു ആയി. മനസ്സിലാവുന്നുണ്ടോ? ഇവർ യൂസ് ടു ഇഗ്നോറൻ്റ് ആയി. ഇത് എത്ര ദിവസമായിട്ട് തുറന്നു, ഇനി തുറന്നു നടന്നാലും ഒന്നും സംഭവിക്കത്തില്ല. പക്ഷേ അവൻ നോക്കി, 1 നോക്കി, 2 നോക്കി, 3 നോക്കി, അവൻ നോക്കിയിരിക്കും. സമയം വരുമ്പം അവൻ്റെ ഉള്ളിൽ പിശാച് ട്രിഗർ ചെയ്ത് കൊടുക്കും. അവൻ ഇങ്ങോട്ട് വരും, നിങ്ങൾക്കൊരു ബോധം പോലും കാണത്തില്ല. നിങ്ങളുടെ വീട്ടിലുള്ള നന്മകളുള്ളത് മൊത്തം എടുത്തോണ്ടാവും. പിന്നെ അറിയുന്നത് അയ്യോ ഇതെല്ലാം പോയല്ലോ, ഏതുവഴി പോയി, ഏതുവഴി വന്നു. ആ വാതിൽ തുറന്ന് കിടക്കുകയാണെന്നുള്ള ബോധം പോലും നിങ്ങൾക്ക് കിട്ടത്തില്ല. കാരണം അത് യൂസ് ടു ആയി ലൈഫിൽ. ഞാനൊരു ഉദാഹരണം പറയാം. ഈ സഫക്കേഷനുള്ള വീട്ടിൽ ഇരിക്കുന്നവർക്ക്, ഒരു വീട്ടിൽ സഫക്കേഷനാണ്, ഭയങ്കര സഫക്കേഷനാണ്. അവരോട് വെളിയിൽ നിന്ന് ഒരാൾ ചെന്നിട്ട് പറയാം നിങ്ങളുടെ വീട്ടിൽ സഫക്കേഷനാണെന്ന് പറയാം, ചുമ്മാരി. അവർ സമ്മതിക്കുമോ? എന്താ? അതൊരു ഹാബിറ്റായി. അതേ സെയിം ടൈം അവരൊരു 4-5 മണിക്കൂറത്തിന് വെളിയിലൊന്ന് പോയിട്ട് തിരിച്ചകത്തോട്ട് വന്ന് ഡോറ് തുറക്കുമ്പോൾ അറിയാം ഇവിടെ സഫക്കേഷൻ ഉണ്ടെന്ന്. കാരണം ഇവിടുത്തെയും കൂടെ പിന്നെ കുറച്ചു നേരം ഇവിടെയൊക്കെ നടന്നു കഴിയുമ്പോൾ അങ്ങ് നോർമൽ ആയിക്കോളും. പിന്നെ ആ സഫക്കേഷൻ അവർക്ക് ബുദ്ധിമുട്ടല്ലാതായി തീരും. ഇതുപോലെ ചില വീട്ടിലെ സ്പിരിച്വാലിറ്റി, നമ്മളുള്ളത് ഇതാണ് സ്വർഗമെന്ന് വിചാരിക്കും. ഇതല്ല സ്വർഗം. നിങ്ങളപ്പോൾ യഥാർത്ഥ സ്വർഗം കണ്ടിട്ടില്ലല്ലോ, ഞാനും കണ്ടിട്ടില്ല. പക്ഷേ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ദൈവസാന്നിധ്യം. നമ്മുടെ വീട്ടിൽ ദൈവസാന്നിധ്യം റിസ്റ്റോർ ആകപ്പെടട്ടെ, ദൈവസാന്നിധ്യം റിസ്റ്റോർ ആകപ്പെടട്ടെ കേട്ടോ. യൂസ് ടു ആകല്ല, യൂസ് ടു അങ്ങനെ ആയിപ്പോകല്ല, ഹാബിറ്റ് ആയി പോകാതെ ബിൽഡപ്പ് 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 ബിൽഡപ്പ്. ദൈവവചനത്തിൽ നിങ്ങൾ ബിൽഡാകും. എത്ര അധികം ബ്ലെസ്സിങ്ങിൽ തന്നെ വീണ്ടും നിൽക്കാം, ബ്ലെസ്സിങ്ങിൽ തന്നെ. ഇന്ന് നമ്മൾ ഒരു കാര്യം ചിന്തിക്കാൻ വേണ്ടി പോവാം, എന്നിട്ട് നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കാനും കൂടെ വേണ്ടി പോവാം. നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരാം. ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് അതിൻ്റെ 19-ാം അധ്യായം, 19 അതിൻ്റെ യാത്ര ഇസഹാക്കിനെ യാഗമാക്കുന്ന 21-ാം അധ്യായം 21-ാം അധ്യായം 21 അല്ല 22-ാം അധ്യായം 22-ാം അധ്യായം 22-ാം അധ്യായം 3-ാം വാക്യം വായിച്ചു. 3-ാമത്തെ വാക്യം, 2-3 വാക്യങ്ങൾ വായിക്കണം. 3-ാമത്തെ വാക്യം വായിച്ചു. ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ചു മടങ്ങി വരാമെന്ന് പറഞ്ഞു. വായിച്ചോ ആൻറ്റി. 6-ാം വാക്യം. അബ്രഹാം ഹോമയാഗത്തിനുള്ള വിറകെടുത്തു, ചുമലിൽ വെച്ചു, തീയും കത്തിയും താൻ എടുത്തു, ഇരുവരും ഒന്നിച്ചു നടന്നു.
ആ ആ മതി ആൻറ്റി. ദൈവം കൽപ്പിച്ചിരുന്ന സ്ഥലത്ത് അവരെത്തി. നിങ്ങൾ ആ വേർഡ് മനസ്സിലാക്കണം. 2-ാം വാക്യം, അപ്പോൾ അവൻ നിന്റെ മകനെ നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസ്ഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്കാം എന്ന് ദൈവം കൽപ്പിച്ചു. ഇതിനകത്തൂടെ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കാൻ പോകും. കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തിന് ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. 1-ാമത്തെ കാര്യം പറയാൻ പോവാം. ആ വേർഡ് എഴുതി വെച്ചു. ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം നിങ്ങളുടെ മീതെ നടക്കണമെങ്കിൽ പ്ലീസ് നിങ്ങൾ എഴുതി വെക്കുക. ഒരു പുതിയ പേജ് തുടങ്ങി എഴുതി വെക്കുക. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മീതെ നടക്കണമെങ്കിൽ there is a test before that. ഒരു ടെസ്റ്റ് ഉണ്ട്. ഇത് ദൈവത്തിൻ്റെ സ്പിരിച്വൽ പ്രിൻസിപ്പിളാണ്. അബ്രഹാമിൻ്റെ ലൈഫിൽ കൂടെ ഒരു വാക്യം എടുത്തിട്ട് പ്രൂവ് ചെയ്തല്ല, ഇഷ്ടം പോലെ വാക്യങ്ങളാണ്. ഇസ്രായേൽ മക്കളെ അവൻ മരുഭൂമിയിൽ പരീക്ഷിച്ചു. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം ദൈവം അവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കണമെങ്കിൽ തന്നെ എന്തോ ഉണ്ട്? ടെസ്റ്റ് ഉണ്ട്. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? നിങ്ങളുടെ ലൈഫിൽ ഒരു അനുഗ്രഹം വരുന്നതിന് മുമ്പേ എന്തോ ഉണ്ട്? എല്ലാവരും പറഞ്ഞു എന്തോ ഉണ്ട്? ടെസ്റ്റ് ഉണ്ട്. അത് ടെസ്റ്റ് ആണെന്ന് എന്തിനാണ് ദൈവം ടെസ്റ്റ് ചെയ്യുന്നത്? കാരണം നിങ്ങളുടെ ഹൃദയത്തിൽ എത്ര ആഴത്തിൽ ആ വചനത്തിൻ്റെ എത്തിക്സ് ഉണ്ടെന്ന് ദൈവം ടെസ്റ്റ് ചെയ്യും. ദൈവത്തോട് എത്ര സ്നേഹമുണ്ടെന്ന് ടെസ്റ്റ് ചെയ്യും. അബ്രഹാമിന് വയസ്സ് ചെന്നപ്പോൾ അബ്രഹാമിന് സാറായിക്ക് ഒരു മകനെ കിട്ടി. ദൈവം പറഞ്ഞേക്ക, നീ സ്നേഹിക്കുന്ന നിന്റെ മകൻ. ഞാൻ ചോദിച്ചോട്ടെ, അബ്രഹാമിനവിടെ വേറൊരു മകനുണ്ട്. നിന്റെ മകനെ കൊണ്ട് യാഗമാക്കാൻ പറഞ്ഞ നമ്മൾ ഇസ്ഹാക്കിനെ പിടിച്ച് ഇസ്മായിലിനെ പിടിച്ച് യാഗമാക്കും ആണോ? ആ, ഇസ്മായിലിനെ പിടിച്ച ദൈവം പറഞ്ഞു, നീ സ്നേഹിക്കുന്ന നിന്റെ മകനെ തന്നെ, നിന്റെ ഏകജാതനായ മകനെ തന്നെ. ആദിജാതൻ എന്നല്ല പറഞ്ഞേക്കുന്നത്, ഏകജാതൻ. നമ്മുടെ കർത്താവിനെ കുറിച്ച് പറഞ്ഞേക്കുന്ന അവനെ ആദിജാതൻ, ഏകജാതൻ എന്നാ. ഏകജാതൻ ആദിജാതനായതാ. ഉയർപ്പിൽ കൂടെ ആദിജാതനായതാ. മരിച്ചവരിൽ നിന്ന് ആദ്യ ഫലം എന്ന വണ്ണം അവൻ ഉയർത്തെഴുന്നേറ്റ് ഏകജാതൻ ആദിജാതനായി. കേട്ടോ? ഇപ്പൊ കർത്താവ് പറഞ്ഞത് എന്തുവാ? നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതൻ. നിങ്ങളോട് പറയാ, നിങ്ങൾ പോയി ഒരു യാഗം നടത്തിയേക്കാൻ പറഞ്ഞാൽ യാഗത്തിന്റെ പ്രമാണം അറിയത്തില്ലെങ്കിൽ, യാഗത്തിന്റെ പ്രമാണം എന്താ പറയാ? നിന്റെ കന്നുകാലിക്കൂട്ടങ്ങളിൽ നിന്ന് ഏറ്റവും നല്ലതൊരെണ്ണത്തെ, നമ്മളത് വല്ലവന്റെ കന്നുകാലിക്കൂട്ടങ്ങൾ ഒരെണ്ണത്തെ പിടിച്ച് യാഗമാക്കും. അങ്ങനല്ല ബൈബിൾ പറഞ്ഞേക്കുന്നത്. നിന്റെ കന്നുകാലിക്കൂട്ടങ്ങൾ ഇത് ഏറ്റവും നല്ലതൊന്നിനെ യാഗമാക്കാനാണ്. കാരണം പെയിൻ വരണം. പാപത്തിന് പെയിനുണ്ട്, പാപത്തിന് വേദനയുണ്ട്, ശിക്ഷയുണ്ട്. പാപത്തിന് എന്തോ ഉണ്ട്? ശിക്ഷയുണ്ട്. ഓക്കെ, ഏകജാതന്. അടുത്ത ഹോമയാഗം എന്ന് പറഞ്ഞേക്കുന്നത്. 2-ാമത്തെ വേർഡ് എഴുതിക്കോ, ഹോമയാഗം. 1-ാമത്തെ വേർഡ് എന്തുവാ? ടെസ്റ്റ് ഉണ്ട്. ടെസ്റ്റ് മണിക്ക് മുമ്പേ ടെസ്റ്റ്. ടെസ്റ്റ് ദൈവത്തിന്റെ ടെസ്റ്റ് പേപ്പറും പേനായും കൊണ്ടും അല്ല. അയ്യോ, എഴുതി വെക്ക്. നിങ്ങൾക്ക് ഈ ലോകത്തിൽ ഇങ്ങനെ ജീവിച്ച് എങ്ങനെയൊക്കെയോ കഴിഞ്ഞ് നിങ്ങൾ എങ്ങും എത്തത്തില്ല. സർവൈവ് ചെയ്ത് അങ്ങനെ ജീവിച്ച് മരിച്ചടക്കുന്നത് പോലല്ല. നിങ്ങളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതികളിലേക്ക് എത്തണമെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ടെസ്റ്റ് ഉണ്ട്. നിങ്ങളുടെ ലൈഫിൽ എന്തോ ഉണ്ട്? ടെസ്റ്റ് ഉണ്ട്. നിങ്ങളുടെ ലൈഫിൽ എന്തോ ഉണ്ട്? ടെസ്റ്റ് ഉണ്ട്. ലൈഫിൽ ടെസ്റ്റ് വരും. ടെസ്റ്റ് എങ്ങനെയാ? പേപ്പറും പേനായും കൊണ്ടും അല്ല. നിങ്ങളുടെ മരുഭൂമികളിൽ ചൂടേറിയ അനുഭവങ്ങളിൽ കൂടെ ടെസ്റ്റ്. മരുഭൂമികളിൽ ചൂടേറിയ അനുഭവങ്ങളിൽ കൂടെയാണ് ടെസ്റ്റ് നടക്കുന്നത്. കേട്ടോ? ചൂടേറിയ അനുഭവങ്ങളിൽ കൂടെ. ആ ടെസ്റ്റിനകത്ത് നിങ്ങൾ ജയിക്കണം. കണ്ണുനീര് വരും ആൻറ്റി, വേദന വരും. അവിടെ നിങ്ങൾ പറയണം,
യേശു മാത്രമാണ് എന്നെ വിടുവിക്കുന്നവൻ, ഞാൻ സേവിക്കുന്നവൻ. അവൻ്റെ വിശുദ്ധിയും അവൻ്റെ ആ ശിക്ഷയും എൻ്റെ ലൈഫിൽ വന്നതാണെങ്കിലും ഞാൻ അവനെ തള്ളി പറയത്തില്ല. കേൾക്കുന്നുണ്ടോ? ടെസ്റ്റ് വരും, ജയിക്കണം കേട്ടോ. അടുത്തത് ഹോമയാഗം. ഹോമയാഗം ഹോമയാഗം എന്ന് പറഞ്ഞാൽ അതിനകത്ത് പുരോഹിതന് സേവ ചെയ്യുന്നവന് ഒന്നും കിട്ടത്തില്ല. ലേവ്യ പുസ്തകത്തിലെ പ്രമാണം അനുസരിച്ച് സകലവും സമ്പൂർണമായി യാഗം നടത്തുന്നതിനാണ് ഹോമയാഗം. ഹോമയാഗമാണ് ഒന്നാമത്തെ യാഗം. ബേൺഡ് ഓഫറിങ് 5 യാഗമുണ്ട്. ബേൺഡ് ഓഫറിങ്, ഗ്രെയിൻ ഓഫറിങ്, പീസ് ഓഫറിങ്, സിൻ ഓഫറിങ്, ഗിൽറ്റ് ഓഫറിങ്. അതിനകത്ത് ടോപ്പ് ഏതാണെന്നറിയാമോ? ബേൺ ഓഫറിങ്, ഹോമയാഗം. ഹോമയാഗത്തിന് ഒന്നുമില്ല, എല്ലാം സമ്പൂർണ്ണമായി ദഹിപ്പിക്കണം. അവിടെയാ നിങ്ങൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ. ഇതൊക്കെ നിങ്ങൾക്ക് ദൈവവചനം പഠിക്കുമ്പോൾ കിട്ടും. അപ്പോൾ ഒന്നാമത്തെ വേർഡ് എന്തോ പറഞ്ഞേ? നിന്റെ ടെസ്റ്റ് ഉണ്ട്. രണ്ടാമത്തെ വേർഡ് എന്തോ പറഞ്ഞേ? യാഗം. എങ്ങനെ യാഗമാക്കണം? നീ തിരിച്ചു പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകാനില്ല. തിരിച്ചു പോകുമ്പോൾ കംപ്ലീറ്റ് കൊടുത്തിട്ട് പോവാ. ഹോമയാഗമാക്കാനാണ് പറഞ്ഞത്, സമ്പൂർണ്ണ യാഗമാക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഇനി ഈ അബ്രഹാം യാഗം കഴിക്കാൻ പോകുന്ന സ്ഥലം മോറിയ ദേശത്ത് എന്ന്, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്ത്, അവിടേക്ക് 3 ദിവസം നടന്നു. 3-ാം ദിവസം ആ മല നോക്കിക്കണ്ടു. അതാണ് ഇന്നത്തെ ടെമ്പിൾ മൗണ്ട് ഒക്കെ ഇരിക്കുന്ന ആ സ്ഥലം എന്നറിയപ്പെടുന്നത്. ഇന്നത്തെ ജെറുസലേമിലുള്ള ടെമ്പിൾ മൗണ്ട് എന്നറിയപ്പെടുന്ന ആ സ്ഥലം, ഇന്നത്തെ സ്ഥലം. അവിടെയാണ് ആരാധനയ്ക്ക് വേണ്ടിയുള്ള അടി നടക്കുന്നത് അല്ലേ? പോട്ടെ. 3 ദിവസം ദൂരെ കണ്ടു. എന്നിട്ട് ഞാൻ കാണിക്കുന്ന ആ മലയിൽ നീ മോറിയ ദേശത്ത് ആ മലയിൽ കൊണ്ടുപോയി യാഗമാക്കാൻ പറയും. ഇനി പോകുന്ന സമയത്ത് 3 ദിവസം പോകാനുള്ളപ്പോൾ എന്തിനാണ് വിറക് കെട്ടിയെടുത്തത്, തീയെടുത്തത്, കത്തിയെടുത്തത്? അതാ നമ്മൾ പ്രധാനപ്പെട്ടായിട്ട് ചിന്തിക്കാൻ പോകും. അബ്രഹാം വിറകെടുത്ത് ആരുടെ ചുമലി കൊടുത്തു? ഇസഹാക്കിന്റെ ചുമലി കൊടുത്തു. എന്നിട്ട് തീയും കത്തിയുമായിട്ട് പോവാം. കത്തി അബ്രഹാമിന്റെ കയ്യിലായിരിക്കും, തീയും ഉണ്ട് അബ്രഹാമിന്റെ കയ്യിൽ തന്നെയായിരിക്കും. 3 ദിവസം കെടാതെ തീ കൊണ്ടുപോകണം. കേൾക്കുന്നുണ്ടോ? 3 ദിവസം കെടാതെ തീ കൊണ്ടുപോകണം, വിറക് കൊണ്ടുപോകണം. ഈ മലയുടെ മണ്ടയ്ക്ക് അവിടെ എവിടെയെങ്കിലും പോകുന്ന വഴിക്ക് വിറക് എടുക്കത്തില്ലേ? എടുക്കാം. കത്തി വേണേ കൊണ്ടുപോകണം. തീ അവിടെ എവിടെയെങ്കിലും കിട്ടത്തില്ലേ? വേണമെങ്കിൽ കിട്ടാം, തീയും കിട്ടാം. പക്ഷെ എന്തിനാ തീ വീട്ടിൽ നിന്ന് കൊണ്ടുപോയി? അതാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഇത് അറിയണമെങ്കിൽ ലേവ്യ പുസ്തകം അറിയണം. എന്തോ അറിയണം? ലേവ്യ പുസ്തകം. അബ്രഹാമിന്റെ ചരിത്രം വരുമ്പോൾ ലേവ്യ പുസ്തകം ഇല്ലല്ലോ. ഇല്ല. ലേവ്യ പുസ്തകം എഴുതുന്നത് മോശയിൽ കൂടെയല്ലേ? ആണോ? ഉൽപ്പത്തി പുസ്തകം എഴുതുന്നത് മോശയിൽ കൂടെയാ. ലേവ്യ പുസ്തകത്തിൽ സീനായി മൗണ്ടനിൽ വെച്ചിട്ടല്ലേ ഈ നിയമങ്ങളെല്ലാം കൊടുക്കുന്നത്? ആണ്. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? ആണ്. പക്ഷേ ഈ നിയമം ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്ന BC 1446 ഇസ്രായേൽ മക്കളെ ദൈവം വിടുവിച്ച് കൊണ്ടുവരുന്നത്. BC 1446. പക്ഷെ അബ്രഹാമിന്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ അതിനെക്കാട്ടിലും വർഷങ്ങൾക്ക് പറയാം, ഏകദേശം 100 കണക്കിന് വർഷങ്ങൾക്ക് പുറകില. മോശയുടെ പിമ്പിലുള്ള 7-ാം തലമുറ അബ്രഹാം. മോശയുടെ പിമ്പിലുള്ള എത്രാം തലമുറയാ? 7-ാം തലമുറ. എങ്ങനെ 7-ാം തലമുറ വരുന്നത്? പറയാം. മോശയുടെ അപ്പൻ്റെ പേരെന്തുവാ? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, അമ്രാം. നിങ്ങളൊക്കെ എഴുതി വെച്ചു. എൻ്റെ ദൈവം എൻ്റെ മനസ്സിൽ ഇതെല്ലാം എഴുതി വെച്ചേക്കും, അതുകൊണ്ടാണ് കാണാതെ പറയുന്നത്. മോശയുടെ അപ്പൻ്റെ പേരെന്തുവാ? അമ്രാം. അമ്രാമിൻ്റെ അപ്പൻ്റെ പേരെന്തുവാ? കെഹാത്തിന്റെ അപ്പൻ്റെ പേരെന്തുവാ? ലേവിയുടെ അപ്പൻ്റെ പേരെന്തുവാ? യാക്കോബ്. നിങ്ങൾ എന്നോട് ഉണ്ടോ? യാക്കോബിന്റെ അപ്പൻ്റെ പേരെന്തുവാ? ഇസഹാക്കിന്റെ അപ്പൻ്റെ പേരെന്തുവാ? അബ്രഹാം. കറക്റ്റ്. ഇനി തിരിച്ചു പോവാം. അബ്രഹാമിന്റെ മകന്റെ പേരെന്തുവാ? ഇസഹാക്കിന്റെ മകന്റെ പേരെന്തുവാ? യാക്കോബിന്റെ മകന്റെ ലേവി. യാക്കോബിന് ഒത്തിരി മക്കളുണ്ട്, അതിൽ ലേവിയുടെ ഒരു മകന്റെ പേര് പറ മോശയിൽ എത്തണമെങ്കിൽ. ലേവിക്ക് 3 മക്കളുണ്ട്, ഗർഷോൻ, മെരാരി, കെഹാത്ത്. അതിൽ കെഹാത്തിന്റെ ഒരു മകന്റെ പേര് പറ അമ്രാം. അമ്രാമിന്റെ അടുത്ത മകന്റെ പേര് പറ മോശ. കണ്ടോ എത്ര തലമുറയായി?
7 തലമുറ. അമ്രാമിന് 3 മക്കളുണ്ട്. അമ്രാമിന് ഉള്ള മക്കളുടെ പേരുകളാണ് അഹരോനും മരിയാമും. എനിക്കൊന്ന് അടുത്ത മക്കളുണ്ട്. ഇങ്ങനെ അമ്രാമിന് പല മക്കളുണ്ട്. നമുക്കത് ജീനിയോളജി നോക്കണം, അത് ക്ലിയർ ആയിട്ട് അറിയണമെങ്കിൽ. പക്ഷെ മോശയുടെ ജീനിയോളജി ഇതാ, മോശയുടെ 7 തലമുറ പുറകിൽ. അപ്പൊ അബ്രഹാമിന് എഴുതപ്പെട്ട നിയമം അന്നില്ല. അബ്രഹാമിന് എഴുതപ്പെട്ട നിയമമില്ല. എഴുതപ്പെട്ട നിയമം കിട്ടുന്ന ആർക്കാ? മോശയിൽ കൂടെ. പക്ഷെ എഴുതപ്പെട്ട നിയമം കിട്ടിയില്ലെങ്കിലും പറയപ്പെട്ട നിയമമുണ്ട്. പറയപ്പെട്ട നിയമം എന്തുവാന്ന് ഞാൻ പറയാം. ഉൽപ്പത്തി പുസ്തകം ആദ്യമേ തൊട്ടേ പറയപ്പെട്ട നിയമമുണ്ട്. ഒന്നാമത്തെ പറയപ്പെട്ട നിയമം, രക്തം ചീന്തിയിട്ടല്ലാതെ ആദാമും ഹവ്വായും പാപം ചെയ്തപ്പോൾ ദൈവം പഠിപ്പിച്ച കാര്യമാണ്. രക്തം ചീന്തിയിട്ടല്ലാതെ നിങ്ങൾക്ക് വിമോചനമില്ല. അത് ദൈവം പറഞ്ഞായിരുന്നു, കാണിച്ചു കൊടുത്തായിരുന്നോ? ഏതൻ തോട്ടത്തിൽ? മനസ്സിലാവുന്നുണ്ടോ? കാണിച്ചു കൊടുത്തോ? കാണിച്ചു കൊടുത്തു. രണ്ടാമത്തെ നിയമം, നിങ്ങൾ യാഗം നടത്തണം. കാരണം രക്തം ചീന്തിയിട്ടല്ലാതെ വിമോചനമില്ല. യാഗം നടത്തണം. ഏത് മൃഗത്തെ യാഗം നടത്തണം? ഏത് മൃഗത്തെ യാഗം നടത്തണം? ഒന്നാമത്തെ മൃഗത്തിനുള്ള കണ്ടീഷൻ, ഊനമില്ലാത്തത്, ശുദ്ധിയുള്ള മൃഗം. എന്തൊക്കെയാ? ഊനമില്ലാത്തതും ശുദ്ധിയുള്ള മൃഗങ്ങളും. പ്രത്യേകിച്ച് ആദ്യജാതനായ മൃഗങ്ങളെ. അത് അങ്ങനെയില്ല, ആദ്യജാതനായ മൃഗമെന്ന് പിന്നീട് ചില നിയമങ്ങൾ പിന്നീട് വരുന്നത്. പക്ഷേ അത് ആ യാഗങ്ങളൊക്കെ വരുന്ന ഫീസ്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ടും ചില യാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് വരുന്നത്. ജനറലി പറഞ്ഞാൽ എന്തുവാ? ഊനമില്ലാത്തതും ശുദ്ധിയുള്ള മൃഗങ്ങളെ ആണ് യാഗം നടത്തുന്നത്. അന്ന് എഴുതപ്പെട്ട പ്രമാണമില്ല, പക്ഷെ എന്തോ ഉണ്ട്, പറയപ്പെട്ട. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? പറയപ്പെട്ട പ്രമാണമുണ്ട്. യാഗം നടത്തേണ്ടത് എങ്ങനെയൊക്കെയാ? ശുദ്ധിയുള്ള മൃഗങ്ങളും ഊനമില്ലാത്ത മൃഗങ്ങളും ആദിജാതനായ മൃഗങ്ങളെയാ ജനറലി യാഗം നടത്തേണ്ടത്. ഇനി യാഗപീഠം എങ്ങനത്തെ ആയിരിക്കും? പറ. യാഗപീഠം എങ്ങനെ ആയിരിക്കും? യാഗപീഠം നീ പണിയുന്നെങ്കിൽ ചെത്താത്ത കല്ലുകൊണ്ടായിരിക്കണം നീ യാഗപീഠം പണിയേണ്ടത്. എന്തോ? ചെത്താത്ത കല്ലുകൊണ്ട് നീ യാഗപീഠം പണിയേണ്ടത്. എനിക്ക് മനസ്സിലായിരിക്കുന്നത് അബ്രഹാം ഒക്കെ പ്രോഫറ്റിക്കലി ചെയ്ത് കാണും. 12 കല്ലുകൾ എടുത്ത് വെച്ചോണ്ടായിരിക്കും പ്രോഫറ്റിക്കലി. അതൊക്കെ നിയമം വരുന്നതും ഒക്കെ പിന്നീടാ, ഇസ്രയേലിന്റെ ഗോത്രസംഖ്യയ്ക്ക് ഒത്തവണ്ണം. പക്ഷെ പ്രൊഫറ്റിക്കലി ചെയ്ത് കാണുമെന്ന് ഞാൻ അനുമാനിക്കുക. അപ്പൊ അതിന്റെ ജനറൽ പഠിച്ചാൽ മതി. ചെത്താത്ത കല്ലുകൊണ്ടായിരിക്കണം എന്തോ പണിയേണ്ടത്? യാഗപീഠം പണിയണം. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ കിട്ടിയോ? യാഗവസ്തു എങ്ങനത്തെ ആയിരിക്കണം? ഊനമില്ലാത്തതും ശുദ്ധിയുള്ളതും ആദിജാതനുമായിരിക്കണം. കല്ലുകളോ യാഗപീഠമോ? യാഗപീഠം ചെത്താത്ത കല്ലുകൊണ്ടായിരിക്കണം. ഇത്രയും കിട്ടിയോ? മനസ്സിലായോ? മനസ്സിലായി. ഇനി അടുത്തത്, ഇനി ഇതിനെ ബേൺ ചെയ്യണം, ഇതിനെ ദഹിപ്പിക്കണം. ഇനി എവിടുന്ന് തീ കൊണ്ടുവരും? എവിടുന്ന് തീ കൊണ്ടുവരും? ഭൂമിയിലുള്ള ഒരു തീ ഒരച്ച് നിനക്കത് കത്തിക്കാൻ പറ്റത്തില്ല. അന്യാഗ്നി കത്തിച്ചാൽ നീ കത്തിപ്പോ. അതാണ് ലേവ്യ പുസ്തകത്തിലെ, സംഖ്യാപുസ്തകത്തിലെ പ്രമാണം. ഈ തീ എവിടുന്നായിരിക്കണം? ഈ തീ നിന്റെ യാഗം യഥാർത്ഥത്തിൽ ദൈവം പ്രസാദിച്ചെന്നുണ്ടെങ്കിൽ സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി വന്ന് ഇതിനെ ദഹിപ്പിക്കും. തീ എവിടുന്നാ വരുന്നേ? സ്വർഗത്തിൽ നിന്ന്. ആ തീ, ദഹിപ്പിച്ച തീ, അത് ആളി കത്തിക്കൊണ്ടിരിക്കും. ആ തീ നാളെ വരണമെന്നില്ല. ഈ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ തീ സമാഗമന കൂടാരം കൊണ്ട് പഠിക്കുമ്പം കാണാം. അടുത്ത ദിവസം യാഗം നടത്തുമ്പം ഈ തീയുടെ കനൽ നീ സൂക്ഷിച്ചു വച്ചേക്കണം. വായിക്കാം ലേവ്യ പുസ്തകം. ലേവ്യ പുസ്തകത്തിലെ പ്രമാണങ്ങൾ എന്തുവാ നോക്കാം. 6-ാം അധ്യായം. ലേവ്യ പുസ്തകം 6-ാം അധ്യായം. ഒൻപതാം വാക്യം. Leviticus chapter 6 verse 9. It's talking about the fire from the heaven which is burning in the altar of sacrifice. ഒന്ന് വായിക്കാമോ? നീ അഹരോനോടും പുത്രന്മാരോടും കൽപ്പിക്കേണ്ടത് എന്തെന്നാൽ, ഹോമയാഗത്തിന്റെ പ്രമാണമാവിത്. എന്തുകൊണ്ട് പ്രമാണമാ? ഹോമയാഗത്തിന്റെ പ്രമാണം. ഹോമയാഗം രാത്രി മുഴുവനും ഉഷസ് വരെ യാഗപീഠത്തിന്മേലുള്ള വിറകിന്മേൽ
ഇരിക്കുകയും യാഗപീഠത്തിലെ തീ അതിനാൽ കത്തിക്കൊണ്ടിരിക്കുകയും വേണം. എപ്പം തൊട്ട്? രാവിലെ തൊട്ട് രാത്രി മുഴുവനും കത്തിക്കൊണ്ടിരിക്കണം. 12-ാം വാക്യം, ലേവ്യ പുസ്തകം 6:9, 12, 13. യാഗപീഠത്തിൽ തീ കെട്ടുപോകാതെ കത്തിക്കൊണ്ടിരിക്കണം. പുരോഹിതൻ ഉഷസ് തോറും അതിന്മേൽ വിറക് കത്തിച്ച് ഹോമയാഗം അടുക്കി വെച്ച് അതിൻ്റെ മീതെ സമാധാന യാഗങ്ങളുടെ മേധസ് ദഹിപ്പിക്കണം. യാഗപീഠത്തിന്മേൽ തീ കെട്ടുപോകാതെ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം. കേൾക്കുന്നുണ്ടോ? യാഗപീഠത്തിന്റെ മേലെ തീ കെടാതെ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം. ഇനി ലേവ്യ പുസ്തകം 10-ാം അധ്യായം നോക്കിക്കേ, 1-ാം വാക്യം. 2 പേര് യഹോവയുടെ ആലയത്തിൽ അന്യാഗ്നി കൊണ്ടുവന്നു. അനന്തരം അഹരോന്റെ പുത്രന്മാരായ നാദാവും അബീഹുവും, അഹരോന്റെ പുത്രന്മാർ, മഹാപുരോഹിതന്റെ പുത്രന്മാർ 2 പേര്, നാദാവും അബീഹുവും, ഓരോ ധൂപകലശം എടുത്ത് അതിൽ തീയിട്ട് അതിന്മേൽ ധൂപവർഗവും ഇട്ട് തങ്ങളോട് കൽപ്പിച്ചിട്ടില്ലാത്ത അന്യാഗ്നി യഹോവയുടെ സന്നിധിയിൽ കൊണ്ടുവന്നു. എന്തോ പറ്റി? ഉടനെ യഹോവയുടെ സന്നിധിയിൽ തീ പുറപ്പെട്ട് അവരെ ദഹിപ്പിച്ചു കളഞ്ഞു. അവർ യഹോവയുടെ സന്നിധിയിൽ മരിച്ചുപോയി. തീ എവിടുന്നുള്ള തീയോ ഉപയോഗിക്കേണ്ടത്? പ്രേം ബ്രദർ, എവിടുന്നുള്ള തീയ ഉപയോഗിക്കേണ്ടത്? സ്വർഗത്തിലുള്ള. ഈ സ്വർഗത്തിൽ നിന്നുള്ള തീയ് നാളെ യാഗപീഠം നടക്കുമ്പം, പഴയ നിയമ ടാബർനാക്കളുടെ പ്രമാണം ഹോമയാഗമാണ് ഫൗണ്ടേഷൻ. ഹോമയാഗത്തിന്റെ മീതെയാണ് അകൃത്യയാഗം വരുന്നത്, സമാധാനയാഗം വരുന്നത്, പാപയാഗം വരുന്നത്. എല്ലാം ഏതിൻ്റെ മീതെയാ? ഹോമയാഗമാണ് ഫൗണ്ടേഷൻ. ഹോമയാഗത്തിന്റെ മീതെയാണ് ഭോജനയാഗം വരുന്നത്. ഹോമയാഗത്തിന്റെ മീതെയാണ് എല്ലാ ഹോമയാഗത്തിന്റെ മീതെ വെച്ചുകൊണ്ടൊക്കെ ബോൺ ചെയ്യുന്നത്. ഫൗണ്ടേഷൻ എന്തുവാണ്? അതിന് കിട്ടുന്നുണ്ടോ? ഹോമയാഗമാണ് ഫസ്റ്റ്. അതിൻ്റെ മീതെയാണ് ബാക്കിയുള്ള യാഗങ്ങൾ മൊത്തം. അന്നേരം തീ വരുന്നതുണ്ട്. നാളെ തീ വരണമെന്നില്ല. തീ വന്നില്ലെങ്കിൽ ഈ തീ മാത്രമേ എടുത്ത് കത്തിക്കാൻ പറ്റത്തുള്ളൂ. ഇസ്രായേൽ മക്കൾ പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ ആ തീയുടെ മുമ്പേ യഹോവയുടെ തീ ഇറങ്ങി വരും. യഹോവയുടെ തീ. ഈ തീ ഒരിക്കലും കെട്ടുപോകല്ലെന്ന. ഏത് തീ? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന തീ കെട്ടുപോകല്ലെന്ന. ഈ തീ അടർത്തിയെടുത്ത് പകർത്തിയെടുത്ത് കനലുകൾ സൂക്ഷിച്ചിരിക്കണം. ഈ തീ ഒരിക്കലും കെട്ടുപോകൽ. അന്യാഗ്നി കൊണ്ടുവന്ന യാഗത്തെ ദൈവം പ്രസാദിക്കത്തില്ല. ഇനിയും അപ്പൊ അബ്രഹാം എന്തിനാ തീ എടുത്തേ? എവിടുന്ന് തീ എടുത്തു? അബ്രഹാമിന്റെ വീട്ടിൽ യാഗപീഠം ഉണ്ടായിരുന്നു. അബ്രഹാമിന്റെ വീട്ടിൽ എന്തോ ഉണ്ടായിരുന്നു? കൂടാരം അടിച്ചു. അവിടെ എന്തോ പണിതു? നിങ്ങൾ ഇന്ന് വരെ അതാരും പ്രസംഗിച്ച് കാണത്തില്ല. ഞാനും കേട്ടിട്ടില്ല. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചു തന്ന ഞങ്ങളുടെ ഒരു ഡിസ്കഷനാണ്. എന്തിനാ വീട്ടിൽ തീ എടുത്തേ? ഇനി ഈ തീ കെട്ടുപോകാതെ കൊണ്ടു നടക്കണം. എൻ്റെ ദൈവമേ, ഞങ്ങളുടെ മക്കളുടെ ചിന്തകൾ തുറക്കട്ടെ. ലുദിയയുടെ ഹൃദയം തുറന്നതുപോലെ ഇവിടെ ഇരിക്കുന്ന എല്ലാ ദൈവമക്കളുടെ ഹൃദയം തുറക്കട്ടെ. കർത്താവേ, മലയാളം മനസ്സിലാകാത്തവർക്കും മലയാളം മനസ്സിലാക്കണേ. എന്തിനാ തീ വീട്ടിൽ നിന്ന് കൊണ്ടുപോയത്? എന്തിനാ വീട്ടിൽ തീ കൊണ്ടുപോയത്? അയ്യാ, are you getting അയ്യാ? Why did he take in the fire from his home? He has to carry 3 days to the Mount Moriah. Why he didn't carry that fire from his house? Yeah, the heavenly fire has to carry. ആ തീ കെട്ടുപോലെ. എനിക്ക് മനസ്സിലായോ? അബ്രഹാമിന്റെ വീട്ടിൽ നിന്ന് തീ കൊണ്ടുപോകാനുള്ള കാര്യം. അബ്രഹാമിന്റെ വീട്ടിൽ എന്തോ ഉണ്ടായിരുന്നു? നിങ്ങളുടെ വീടുകളിൽ യാഗപീഠം കാണട്ടെ. എന്നെ കേൾക്കുന്ന ദൈവമക്കളുടെ വീടുകളിൽ യാഗപീഠം കാണട്ടെ. യാഗപീഠത്തിലെ ഒരിക്കൽ തീ വന്നാൽ നാളെ തീ സ്വർഗത്തിൽ നിന്ന് വരത്തില്ല. നിന്റെ ജോലി അത് കെട്ടുപോകാതെ അതിനെ ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കണം. എല്ലാ ദിവസവും. എപ്പോഴൊക്കെ ജ്വലിപ്പിക്കണമെന്ന? രാവിലെയും വൈകിട്ടും. ഹോമയാഗത്തിലെ തീ കെട്ടുപോകാതെ ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കണം. നിന്റെ ശരീരത്തിൽ ദൈവം ഒരു തീ തന്നിട്ടുണ്ട്. എന്നും തീ തരത്തില്ല. എന്നും നീ പ്രാർത്ഥിക്കാണ്ടിരിക്കുമ്പോൾ തീ വരത്തില്ല. ഞാൻ വരട്ടെ.
വരട്ടെ, ഞാൻ അതിനെ സന്തോഷിക്കുന്നു. പക്ഷേ ഒരിക്കൽ നിങ്ങളുടെ ഉള്ളിൽ കത്തിച്ച തീയ് നിങ്ങൾ എന്തോ ചെയ്യണം? ജ്വലിപ്പിക്കണം. എപ്പോഴൊക്കെ ബൈബിൾ പഠിപ്പിക്കുന്നത് ജ്വലിപ്പിക്കുന്നത്? രാവിലെയും വൈകിട്ടും. അത് ജ്വലിപ്പിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നിന്റെ ലൈഫിനെ ലിവിങ് സാക്രിഫൈസ് ആക്കി മാറ്റണം. വചനം പഠിക്കണം, ടൈമിനകത്തൊരു സാക്രിഫൈസ് കാണണം, പണത്തിനകത്തൊരു സാക്രിഫൈസ് കാണണം, ആരോഗ്യത്തിൽ സാക്രിഫൈസ് കാണണം, നിന്റെ ബന്ധങ്ങളിൽ, ആഹാരത്തിൽ സാക്രിഫൈസ് കാണണം. എവറി ഏരിയാസിൽ നീ ഒരു സാക്രിഫൈസ് ആകട്ടെ. നമുക്ക് മടങ്ങി വരാം. നമുക്ക് അബ്രഹാം തീ ക്യാരി ചെയ്തു. എന്തോ ക്യാരി ചെയ്തു? തീ ക്യാരി ചെയ്തു. എവിടുന്ന് തീ ക്യാരി ചെയ്തു? എവിടുത്തെ യാഗപീഠത്തിൽ നിന്ന്? വീട്ടിൽ. അപ്പൊ വീട്ടിൽ യാഗപീഠം ഉണ്ടായിരുന്നോ? വീട്ടിൽ തീ ഉണ്ടായിരുന്നോ? ഉണ്ടോ? 3 ദിവസം ക്യാരി ചെയ്തു. ഇനി കത്തി, പച്ചക്കറി അറിയുന്ന കത്തി പറഞ്ഞ മൂർച്ചകൾ കൊണ്ടുപോകാൻ പറ്റത്തില്ല. യാഗം നടത്തണമെങ്കിൽ ഓരോ വസ്തുക്കളും സെപ്പറേറ്റഡ് ആയിരിക്കണമെന്ന് ലേവ്യ പുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. യാഗത്തിന് ഉപയോഗിക്കുന്ന ഓരോ വസ്തുക്കളും അത് സെപ്പറേറ്റഡ് ആയിരിക്കണം. പഴയ നിയമത്തിലെ നിങ്ങൾക്ക് മനസ്സിലാകാൻ ഞാൻ വീണ്ടും പറയാം. സമാഗമന കൂടാരത്തിലെ ഉപകരണങ്ങൾ ഓരോന്നും അഭിഷേകത്തിന്റെ തൈലം പുരട്ടുന്നതാണോ? ആണോ? അഭിഷേകത്തിന്റെ തൈലം പുരട്ടുന്നതാ. ആലയത്തിലെ ഓരോ ഉപകരണങ്ങളും സെപ്പറേറ്റ് ചെയ്യും. ദൈവത്തിന് ഉപയോഗിക്കുന്ന സകല കാര്യങ്ങളും സെപ്പറേറ്റഡ് ആയിരിക്കണം. എന്തിനവൻ കത്തി കൊണ്ടുപോയെ? സാറാമ്മച്ചി ആ കറിക്കത്തി ഉപയോഗിക്കുന്ന നല്ല മൂർച്ചയുള്ള കത്തി നേരെ അല്ല, യാഗത്തിന് തൻ്റെ വീട്ടിൽ സെപ്പറേറ്റ് കത്തി കാണണം. എഴുതപ്പെട്ട പ്രമാണം അങ്ങനെ, പക്ഷെ എഴുതപ്പെട്ടിട്ടില്ല അന്ന്. എന്തുകൊണ്ട്? പറയപ്പെട്ടതുണ്ട്. കേട്ടോ, എനിക്കിനി അടുത്തത് ഏതെങ്കിലും വിറക് കൊണ്ടുപോകാനും പറ്റത്തില്ല. യാഗത്തിനു വേണ്ടി ഇതും സെപ്പറേറ്റ് കാണുമായിരിക്കാം. അതിനേക്കാട്ടിൽ ഉപരിയായി എനിക്ക് സിംബോളിക്കായിട്ട് മനസ്സിലായ കാര്യം, യേശുവിൻ്റെ നിഴല ഇസഹാക്ക്. യാഗം നടത്താനുള്ള വിറക് തന്നെത്താൻ ചുമന്നു. യാഗം നടത്താനുള്ള വിറക് തന്നെത്താൻ ചുമന്നു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് എങ്ങനെ? ക്രൂശ് ആര് ചുമന്നു? താൻ യാഗമാകേണ്ട ക്രൂശ് ആര് ചുമന്നു? തന്നെത്താൻ ചുമന്നു. ഓ ഗോഡ്, എത്ര നൂറ്റാണ്ടുകൾക്ക് പുറകിൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വലിയൊരു ക്വസ്റ്റ്യനും കൂടി ഇട്ട് തരിക. ചില ആൾക്കാരുടെ ഒരു വല്ലാത്ത ക്വസ്റ്റ്യൻ ഉണ്ട്, നമുക്ക് പലപ്പോഴും ആൻസർ ഇല്ല. പക്ഷെ അതിന് ആൻസർ ഞാൻ തരാം. കർത്താവ് തരും. ഞാൻ തരാമെന്ന് പറഞ്ഞാൽ എന്നെ പോസ്റ്റ് ചെയ്യാനല്ല, എൻ്റെ കർത്താവ് എന്നെ പഠിപ്പിച്ചതാണ്. എനിക്കല്ലാതെ വേറൊന്നും പറയാനില്ല. ഒരിക്കലും ഒരാൾ എന്നോട് ചോദിച്ചതാണ്, എൻ്റെ കൂടെ പഠിച്ച ഒരു പെങ്കൊച്ച് എനിക്കൊരു കമൻ്റ് ഇട്ട് ചോദിച്ചതാണ്. ഇസ്രയേലിൽ ഒരു പുള്ളി 2000 വർഷം മുമ്പ് മരിച്ചതിന് നിങ്ങൾ ഇന്ത്യയിൽ കിടക്കുന്നത് നിങ്ങൾക്ക് എന്ത് കുഴപ്പമാണ്? ഇസ്രയേലിൽ ഒരു പുള്ളി 2000 വർഷം, ഒരു അക്രൈസ്തായ ഒരു സ്ത്രീ, അത് ഒരു സിസ്റ്റർ, അവരുടെ അങ്ങ് ചോദിച്ചു, ഇസ്രയേലിൽ ഒരു പുള്ളി 6 മണിക്കൂർ ക്രൂശിൽ തൂങ്ങിക്കിടന്നതിന് ഇന്ത്യയിൽ കിടക്കുന്ന നിനക്കെന്തോ കുഴപ്പമൊന്നും? അദ്ദേഹത്തിന് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ചോദ്യം കേട്ടാൽ നല്ലതാ. ഇസ്രയേലിൽ ഇസ്രയേലിൽ ക്രൂശിക്കപ്പെട്ട ഒരാള് അവിടെ മാത്രം അദ്ദേഹത്തിന് അതുകൊണ്ട് അവിടെ കൊണ്ട് തീരും, ഇന്ത്യയിലുള്ള ഒരാൾക്ക് പറ്റത്തില്ലെന്ന്. പക്ഷെ പിന്നെ എനിക്ക് പരിശുദ്ധാത്മാവിനെ പഠിപ്പിച്ചെന്ന്, ഇസ്രയേലിൽ യാഗമായ ആ പുള്ളി ബൈബിൾ പഠിപ്പിക്കുന്നു ദൈവപുത്രനായിരുന്നു. ആ ദൈവപുത്രനായിരുന്നെങ്കിൽ ഇന്ത്യയിലല്ല, ഭൂമിയിൽ എവിടെ പോയി പറഞ്ഞാലും അവന്റെ നാമത്തിൽ ഭൂതങ്ങൾ ഓടിപ്പോകും. ഇസ്രയേലിലുള്ള പുള്ളിയുടെ പേര് പറഞ്ഞു, ഇവിടെ എന്തിനാ ഭൂതങ്ങൾ ഓടുന്നത് ഇന്ത്യയിൽ? മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഇസ്രയേലിൽ 2000 വർഷങ്ങൾക്ക് പുറകിൽ യാഗമായ നസറേനായ യേശു കർത്താവ് എന്ന് പറയുന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്, ആ യാഗത്തിന്റെ പേര് പറയുമ്പോഴും ആ രക്തത്തിന്റെ ശക്തി പറയുമ്പോഴും ഇന്ത്യയിലും ആഫ്രിക്കയിലും ഉഗാണ്ടയിലും ലോകരാജ്യങ്ങളിൽ മൊത്തം എന്തിനാ പിശാചുക്കൾ ഓടിപ്പോന്നെ? ആ നാമം പറയുമ്പോ എന്താ വേറൊരാളുടെ നാമം പറഞ്ഞിട്ട് പിശാച് ഓടിപ്പോവാത്തെ? നിങ്ങൾ പോയി ഒന്ന് പറഞ്ഞു നോക്കണം. അടുത്ത ദിവസം സെക്കൻഡ് വേൾഡ് വാറിൽ ഇളക്കിയ ഭയങ്കരൻ ഒരു വ്യക്തിയായിരുന്നു അഡോൾഫ് ഹിറ്റ്ലർ.
അദ്ദേഹത്തിന്റെ നാമത്തിൽ പിശാച് പോട്ടെ. പോമോ? ഒന്ന് പറഞ്ഞു നോക്കി. പോട്ടെ. അടുത്തത് കമ്മ്യൂണിസത്തിന്റെയും ഇവരുടെയൊക്കെ കാറൽ മാർക്സ്, പുള്ളിയുടെ നാമത്തിൽ ഞങ്ങൾ കൽപ്പിക്കുന്നു പിശാചിനെ പോവാൻ. പോമോ? പോത്തില്ല. ലെനിന്റെയും കാറൽ മാർക്സിന്റെ ഇവരുടെയോ ഹിറ്റ്ലറിന്റെയോ ആരുടെയും നാമത്തിൽ ഭൂതങ്ങൾ പോകത്തില്ല. പക്ഷെ 2000 വർഷങ്ങൾക്ക് പുറകിൽ മരിച്ച ആ യേശുവിന്റെ രക്തം ദൈവപുത്രന്റെ രക്തമായതുകൊണ്ട്, ആ രക്തത്തിന് ഇന്നും ശക്തിയുള്ളത് കൊണ്ട് ഇന്നും പറഞ്ഞ പോവും. അത് ദൈവപുത്രന്റെ രക്തം. ആത്മമണ്ഡലത്തിന് വ്യക്തമായിട്ട് അറിയാം. എന്തോ അറിയാം? അത് ആരുടെ രക്തമാ? ഇന്നും ജീവിക്കുന്ന പരിശുദ്ധ രക്തമാ. അപ്പൊ ആ സംശയം മാറി കിട്ടിയല്ലേ? നിങ്ങൾ ക്ലിയർ ആയോ? ചില ഭയങ്കര ലോജിക്കിലുള്ള ചോദ്യം ചോദിക്കുന്നത്. ഫോറിൻ ദൈവത്തെ ഇവിടെ എന്തിനാ? പുള്ളി ഫോറിൻ ദൈവം അല്ല, പുള്ളി സകല മനുഷ്യകുലത്തിന്റെ ദൈവം. സകല പ്രപഞ്ചത്തിനും തനിക്ക് പിമ്പെ ഉണ്ടായിരുന്നവർക്കും തനിക്ക് ഇനി മുമ്പ് ശേഷം വരുന്നവർക്കും സകലവർക്കും വേണ്ടി യാഗമായതാ. അത് അവിടം കൊണ്ട് തീർന്നായിരുന്നെങ്കിൽ ആ രക്തത്തിന്റെ ശക്തി ഇന്ന് പറയുമ്പോൾ വിടുതൽ നടക്കല്ലായിരുന്നു. അതൊരു മനുഷ്യനായിരുന്നെങ്കിൽ. അത് ഇന്ന് പറയുമ്പോഴും വിടുതൽ നടക്കുന്നു. മന്ത്രവാദിയുടെ, നിങ്ങൾ പറയുന്ന മന്ത്രവാദിയുടെ കെട്ടുവരെ അഴിഞ്ഞു പോകുന്നു. നരകം മൊത്തം ഇളകുന്നു. അത് ആ കർത്താവിന്റെ രക്തം പറയുമ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ മനസ്സിലാവും. നിങ്ങൾ എൻ്റെ പറയുന്ന ആശയങ്ങളോട് കൂടെ ഉണ്ടോ ആൻറ്റി? നാളുകളിലും ആ രക്തം പറയുമ്പോൾ വിടുതൽ നടക്കുക. കാരണം എന്താ? ദൈവം വെച്ചേക്കുന്ന ഒറ്റ വഴിയേ ഉള്ളൂ. തൻ്റെ ഏകജാതനായ പുത്രനിൽ കൂടെ ഉള്ളൂ വഴിയുള്ളൂ. അപ്പോസ്തലന്മാരുടെ പേര് പറഞ്ഞ ഭൂതങ്ങൾ പോകത്തില്ല. അവരെല്ലാം മനുഷ്യരാണ്. ഏത് വലിയ ഉണർവിന്റെ അപ്പോസ്തലനായാലും വില്യം ജെ സിമോർ പേര് പറഞ്ഞാൽ ഒന്നും പറ്റത്തില്ല. അവരെല്ലാം തിരശ്ശീലയ്ക്ക് അടുക്കൽ മറഞ്ഞുപോയ വിശുദ്ധരാ, ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ടവരാ. പക്ഷേ നമുക്ക് വേണ്ടി വീണ്ടെടുപ്പുകാരൻ ഒരുവരേ ഉള്ളൂ. ആരാ നമ്മുടെ വീണ്ടെടുപ്പുകാരൻ? ആ നാമം പറയുമ്പോൾ ഇന്ത്യ പറഞ്ഞ ഇന്ത്യ വിടുതൽ നടക്കും, ആഫ്രിക്ക പറഞ്ഞ ആഫ്രിക്ക വിടുതൽ നടക്കും. നിങ്ങൾ സേവിക്കുന്ന നിങ്ങളുടെ കുട്ടിപ്പിശാചിന്റെ പേരൊന്നും ആഫ്രിക്ക പറഞ്ഞു നോക്കി. അവിടെ അതിനെക്കാട്ടും വലിയ കുട്ടിപ്പിശാചികൾ കിടക്കുക. നീ ഇവിടുന്ന് പോയി ഇന്ത്യ എന്ന് പോയി അവിടെ പറഞ്ഞു നോക്കി. ആഫ്രിക്ക എന്നൊന്ന് ഇവിടെ നിന്ന് പറഞ്ഞു നോക്കി. ഇവിടുന്ന് പോയി ഈജിപ്റ്റ് എന്ന് പറഞ്ഞു നോക്കി. അറബി പറഞ്ഞു. അതെല്ലാം വേറെ വേറെ പിശാചികളാണ്. പക്ഷെ ഇതിനെല്ലാം പോകാൻ ദൈവം വെച്ച ഒറ്റ നാമേ ഉള്ളൂ. ക്ലിയറായോ? പറഞ്ഞു വരാം. യാഗത്തിന്റെ ആ വിറക് ചുമക്കുന്നെന്നുള്ളത് നൂറ്റാണ്ടുകൾക്ക് പുറകിൽ ഇസഹാക്ക് കാണിച്ചു തരിക. കാരണം അവന്റെ അബ്രഹാമിന്റെ സന്തതികളിലേക്ക് ദൈവം വരുന്നത്. ഇതുപോലെ ആയിരിക്കും നിന്റെ സന്തതികൾ കാണിച്ചത്, നിന്റെ പിതാക്കന്മാര് കാണിച്ചത്. അപ്പൊ നമുക്ക് ഇന്നിവിടെ കൊണ്ട് നമുക്ക് നിർത്താം. 2-3 കാര്യങ്ങൾ പഠിപ്പിച്ചു. അതിൻ്റെ അന്തസ്സത്ത പറയട്ടെ. ഒന്ന്, ഹോമയാഗമാണ്. ഒന്നാമത്തെ കാര്യം ഹോമയാഗമല്ല. ഒന്നാമത്തെ കാര്യം ടെസ്റ്റാ. ഇവിടെ യാഗം നടന്നതിന് ശേഷം ദൈവം പറഞ്ഞ്, നിന്റെ ഏകജാതനായ മകനെ നീ തരാൻ മടിക്കാത്തത് കൊണ്ട് നിന്നെ ഞാൻ ഐശ്വര്യമായി അനുഗ്രഹിക്കും. ടെസ്റ്റ് കഴിഞ്ഞെങ്കിലേ ഐശ്വര്യമായ അനുഗ്രഹമുള്ളൂ. ഇനി ഐശ്വര്യമായിട്ടുള്ള അനുഗ്രഹം എന്ന് പറഞ്ഞാൽ സമ്പത്തൊന്നല്ല, എൻ്റെ ഏകജാതനായ പുത്രനെ നിനക്ക് തരും. അതാ ഐശ്വര്യമായ അനുഗ്രഹം. എന്തുവാ ഏറ്റവും ഐശ്വര്യം? എന്തുവാ? നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവ് മരിച്ചതാണ്. കേൾക്കുന്നുണ്ടോ? നിന്നെ സമ്പത്തെന്നെല്ലാം തരും, പക്ഷെ അതിലേറ്റവും മിസ്റ്ററി അടക്കുന്നത് എന്തുവാ? എൻ്റെ സ്വന്തം പുത്രനെ നിന്റെ സന്തതികൾക്ക് വേണ്ടി, ഭൂമിക്ക് വേണ്ടി ഞാൻ തരും. അതാ ഏറ്റവും വലിയ അനുഗ്രഹം. ഇനി ഒരു വേർഡ് കൂടെ പറയാം. ചിലരുടെ മേലിൽ വിടുതലാകുന്നുണ്ടെങ്കിൽ ആകട്ടെ. കാരണം സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുന്നത്. ഇസഹാക്കിന്റെ യാഗം നടന്നു കഴിഞ്ഞപ്പോഴാ ഇസഹാക്ക് കല്യാണം കഴിക്കാനുള്ള പെങ്കൊച്ച് അന്നാ ജനിച്ചത്. ചരിത്രങ്ങൾ പറയുന്നത്. ഇപ്പൊ കല്യാണം കഴിക്കാത്തവർ ആരാധിക്കുമ്പോൾ ചൊവ്വ ആരാധിച്ചോ, എവിടെയെങ്കിലും ജനിക്കേണ്ടതൊക്കെ ജനിച്ചോളൂ. മോറിയാമല കയറിയപ്പം ഇസഹാക്കിന്റെ യാഗം നടന്ന അന്നാണ് ബെതുവേലിന് റിബേക്ക ജനിക്കുന്നത്. കേട്ടോ, ബെതുവേലിന് റിബേക്ക ജനിക്കുന്നത് അന്നാ ജനിക്കുന്നത്.
കേട്ടോ. ഇവർ തമ്മിൽ ഏകദേശം ഒരു 17-20 വയസ്സിൻ്റെ ഗ്യാപ്പുണ്ട്, അത്രേ ഉള്ളൂ. ആ ഇസഹാക്ക് നല്ല യങ് ഏജിലാണ്, ബാല്യക്കാരൻ, യങ് ഏജിലാണ്. പക്ഷേ ഇസഹാക്കിനെ സമ്പൂർണ്ണമായി സമർപ്പിച്ചു കഴിഞ്ഞപ്പം ഇസഹാക്ക് കല്യാണം കഴിക്കാനുള്ള പെങ്കൊച്ച് എവിടെ ജനിച്ചു? ബെഥുവേലിൻ്റെ വീട്ടിൽ. ബൈബിളിലെ വാക്യം അങ്ങനെ. എന്നുവെച്ചാൽ ലാബാന്റെ പെങ്ങളായിട്ട് ജനിച്ചു. ബെഥുവേലിൻ്റെ വീട്ടിൽ റിബേക്ക ജനിച്ചു. ഇസഹാക്ക് പിന്നെ കണ്ടുമുട്ടുന്നത് പിന്നീടാണ്. ഇപ്പം പള്ളിയിൽ വന്ന് ആരാധിക്കുമ്പോൾ ശരിക്കും അങ്ങ് ആരാധിച്ചു അല്ലേ? കല്യാണം കഴിച്ചവർ ആരാധിക്കേണ്ട, അല്ലല്ല, കല്യാണം കഴിച്ചവർ ആരാധിക്കണം, പോട്ടെ, റൈറ്റ്. ആരാധന ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ആരാധന നിനക്ക് വിടുതൽ, നീ കാണാത്ത മേഖലകളിൽ വിടുതൽ കൊണ്ടുവരണം. ഹോമയാഗം, 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 ഹോമയാഗം. ഇനി എന്തിനാണ് അബ്രഹാം തീയും വിറകും കൊണ്ടുപോയത്? അപ്പം ആ തീയുമുണ്ട് വിറകുമുണ്ട്. ഹോമയാഗത്തിനുള്ള മൃഗം എവിടെ? തീയുണ്ട്, വിറകുണ്ട്, കത്തിയുണ്ട്, മൂന്നുമുണ്ട്. എന്തിനാ വീട്ടിൽ നിന്ന് കൊണ്ടുപോയത്? ഇതെല്ലാം സെപ്പറേറ്റഡാണ്. ഇതെല്ലാം അതിനകത്തെ നിങ്ങൾക്ക് 3 കാര്യം. ഒന്നാമത്തെ, തീ മനസ്സിലായോ എന്തിനാന്ന്? തീ എന്തിനാ ക്യാരി ചെയ്തേ? വീട്ടിൽ യാഗപീഠം ഉണ്ടായിരുന്നു. അബ്രഹാം കൂടാരം അടിച്ചു, അവിടെ എല്ലാം എന്തോ ഉണ്ടായിരുന്നു? നിങ്ങളുടെ വീട്ടിലും ഒരു യാഗപീഠം കാണട്ടെ. സന്ധ്യയ്ക്കും രാവിലെയും പ്രാർത്ഥന ഉയരുന്നത്, സമർപ്പണമുള്ള ഒരു യാഗപീഠം കാണട്ടെ. ഇനി കത്തി, പച്ചക്കറി കത്തിയല്ല, യാഗത്തിന് സെപ്പറേറ്റ് കത്തിയാണ്. നിങ്ങളുടെ വീട്ടിലും ചില വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ കർത്താവേ ഒന്നും പറയാൻ പറ്റത്തില്ല. ചില പള്ളിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഹോളി കമ്മ്യൂണിയൻ ടേബിളിലിരുന്ന് അതാണ് അവരുടെ കമ്മിറ്റിക്ക് അടി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ടേബിൾ. നോ 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 നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ ആലയത്തിലേക്ക് വരാൻ സെപ്പറേറ്റഡ് കാര്യങ്ങൾ ഉണ്ടായിരിക്കട്ടെ. ആലയത്തിലേക്ക് വരാൻ സെപ്പറേറ്റഡ് കാര്യങ്ങൾ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളത് ചിന്തിക്കണം. സെപ്പറേറ്റഡ് കാര്യം ഉണ്ടായിരിക്കട്ടെ. 2, വിറക്. ആ വിറക് ചുമ്മിയത് പ്രൊഫറ്റിക്കലായിരുന്നു. എന്തോ പ്രൊഫറ്റിക്കൽ? വാഴ്ത്തപ്പെട്ട കർത്താവാണ് തൻ്റെ ക്രൂശ് ചുമ്മിയത്. ഇസഹാക്ക് അത് നിഴലായിട്ട് കാണിക്കുക. ഇനി നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തിനാ തീ ക്യാരി ചെയ്തത്, നിങ്ങൾ ചോദിക്കത്തില്ല. തീ ക്യാരി ചെയ്ത് എന്തിനാ ചോദിക്കുമ്പം നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പറ്റും. ഉണ്ടോ? ഇന്ന് വരെ നിങ്ങളിത് കേട്ടിട്ടുണ്ടോ? ഇല്ല. ഒത്തിരിയും പേര് തീയും വിറകും ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അടിച്ച് കത്തിച്ചു. പക്ഷേ ഈ തീ ഈ തീ എവിടുന്നാന്നുള്ളത് പറഞ്ഞിട്ടില്ല. ഈ തീ എവിടുന്നാന്നുള്ള അറിയണമെങ്കിൽ വചനം അറിയണം, വചനത്തിൻ്റെ പ്രമാണം അറിയണം. പ്രാർത്ഥിക്കാം. അന്യാഗ്നി കത്തിക്കാൻ പറ്റത്തില്ല യഹോവയുടെ ആലയത്തിൽ. ഭയങ്കര അന്യാഗ്നി കത്തിച്ചാൽ എന്തോ പറ്റുന്നറിയോ? ഡേഞ്ചറാണ്. മരണം വരെ സംഭവിക്കാം. നിങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ നടക്കട്ടെ ആരാധനയ്ക്ക്. ഞാനൊരു കാര്യം കൂടെ കടന്നു പറയാം. നിങ്ങളുടെ ബൈബിള് വെക്കാൻ നിങ്ങൾക്കൊരു പ്രത്യേക ബാഗ് ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി, എഴുതാൻ വേണ്ടി ഒരു പ്രത്യേക ബുക്ക് ഉണ്ടായിരിക്കണം. അതിനകത്ത് മാസം ഒരു കണക്ക് എഴുതി വെക്കൽ. ചിലർ ബൈബിളിനകത്ത് ഫോൺ നമ്പർ എഴുതി വെക്കും. ബൈബിളിലെ അവസാനത്തെ പേജിനകത്ത് ബൈബിളിൻ്റെ അതിനകത്ത് പച്ചക്കറിയുടെ പലചരക്കിൻ്റെ കണക്ക് എഴുതി വെക്കും. ഡോണ്ട് ഡു ദാറ്റ്. സെപ്പറേറ്റ് ആക്കും. ബൈബിൾസ് വിശുദ്ധമായിട്ട്, ബൈബിള് ദൈവത്തോട് കാണിക്കുന്ന ഒരു ബഹുമാനമാണ്. അടുത്തത്, നിങ്ങൾക്ക് ഇടാനുള്ള ഡ്രസ്സ്, ചർച്ചിലേക്ക് വരാൻ പ്രത്യേകിച്ച് ഹോളി കമ്മ്യൂണിയന് യൂസ് ചെയ്യാനുള്ള ഡ്രസ്സ്, ഒരു സെപ്പറേറ്റ് ഡ്രസ്സ് ഉണ്ടാകട്ടെ. അത് കല്യാണത്തിന് മുമ്പ് ഇട്ടുകൊണ്ട് പോകാൻ. ഒരു ഷൂസ്, ഒരു സോക്സ്, ഒരു ടവല്, ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ വെക്കുക. സെപ്പറേറ്റ്. അയ്യോ, ഇതൊക്കെ ദൈവവചനം പറയുന്നത് ഈ അനുസരിക്കും. സാധാരണ ആൾക്കാർക്ക് ചന്തയിൽ പോകുന്ന സാധനം ഇട്ടുകൊണ്ട് പള്ളിയിൽ വരാതെ നിങ്ങൾ ദൈവത്തെ മാനിക്കും കേട്ടോ. ദൈവത്തിന് ചെയ്യുന്നതെല്ലാം ബെസ്റ്റ് ചെയ്യും. ദൈവം നോക്കും. നാളെ ചിലപ്പോൾ ഒന്നും നടന്നില്ലായിരിക്കാം. ദൈവം നോക്കും, ടെസ്റ്റ് ചെയ്യും. ആ ടെസ്റ്റിനകത്ത് നിങ്ങൾ തീരുമാനം ഉറച്ചതാണെങ്കിൽ നിങ്ങളുടെ അനുഗ്രഹം അവിടെ തൊട്ട് തുടങ്ങുക. ഐശ്വര്യമായിട്ടുള്ള അനുഗ്രഹം നാളെ ഒരു ദിവസം ആ അനുഗ്രഹം ഉറവയാ, തുറന്നുകൊണ്ട് കിടക്കാം. ഉറവയാ.
ദൈവം തുറന്നാൽ പക്ഷെ ദൈവം തുറക്കുന്നതിന് മുമ്പ് ടെസ്റ്റ് ഉണ്ട്, ഡീപ്പ് ടെസ്റ്റ് ഉണ്ട്. ആ ജയിച്ചാൽ നിനക്ക് വേണ്ടി ഉറവ തുറന്നാൽ ആ തലമുറയായിട്ട് ഈ അനുഗ്രഹം പൊക്കോട്ടി. കാരണം ചില ടെസ്റ്റ് ഡീപ്പാണ് കേട്ടോ. പിന്നെ ദൈവത്തിന് നമ്മുടെ ഇൻറ്റൻഷൻ അറിയാവുന്നത് കൊണ്ട് നമ്മുടെ അകത്തെ ഉൾപ്പെടെ ദൈവശോധന ചെയ്യുന്നത്. നിന്റെ മോനെ കൊണ്ടുപോയി യാഗം കഴിക്കും. ഏത് മോനെ? മൂത്തതാണോ ഇളയതാണോ? ഏത് മോനെ കൊണ്ട് യാഗം കഴിക്കാനാ? നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ മകൻ ഇസഹാക്കിനെ തന്നെ. നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ മകൻ. അയ്യോ, ഇതൊക്കെ ഭയങ്കര ട്വിസ്റ്റുള്ള സാധനം കേട്ടോ, ട്വിസ്റ്റുള്ള സാധനം. ചില ആൾക്കാർ ഞങ്ങളോട് ചോദിക്കും, എന്നോട് പറയും, അച്ഛാ ഞാൻ വെള്ളിയാഴ്ച വരാം. ഞാൻ അവരോട് തിരിച്ചു, അവരുടെ സ്വഭാവം അറിയാതെ ഞാൻ ചോദിക്കും, എടാ ഏത് വെള്ളിയാഴ്ച? എല്ലാ മാസവും വെള്ളിയാഴ്ച ഉണ്ടല്ലോ, ഏത് വെള്ളിയാഴ്ച നീ വരാമെന്ന് പറഞ്ഞു? ഞാൻ നാളെ ഞാൻ 7 മണിക്ക് വന്നേക്കാം. ഞാൻ ചോദിക്കും, എടാ എന്ന് 7 മണിക്കാണ്? നിന്നോട് പല പ്രാവശ്യം നീ അങ്ങനെ കളിപ്പിച്ചതുകൊണ്ട് ചോദിക്കേണ്ടി ഗതികേട് വരിക. മറ്റന്നാൾ 7 മണിയുണ്ട്, ഏതെങ്കിലും ദിവസത്തിന് 7 മണി പറഞ്ഞു. എന്നിട്ട് ചോദിക്കട്ടെ, ഒരു ഏത് വർഷമാണെന്ന് വരെ ചോദിക്കേണ്ടി വരും. ഈ പുള്ളിയോട് പറഞ്ഞ വാക്കിന് ഒരു വിലയില്ല. അങ്ങനല്ല വേണ്ടിയേ. കർത്താവ് സ്പെസിഫിക് ആയിട്ടാണ് പറയാം. ഹോമയാഗം, ടെസ്റ്റ്, തീയ്, വിറക്, അല്ലേ, ആരാധന, യാഗപീഠം. അബ്രഹാമിൻ്റെ മനസ്സിൽ ഇസഹാക്ക് മരിച്ചു വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ, അതുകൊണ്ട് ഇറങ്ങി. അബ്രഹാമിൻ്റെ മനസ്സിൽ യാഗം നടന്നു കഴിഞ്ഞു. നാളെയാട്ടം നീട്ടിവെക്കുമല്ല എന്ന് പറഞ്ഞോ അടുത്ത ദിവസം അബ്രഹാം ഇറങ്ങി. അതാ ഏറ്റവും വലിയ അനുസരണം. കർത്താവേ, ഒന്ന് പ്രിപ്പയർ ആകാൻ എനിക്ക് സമയം വേണം. നിനക്ക് ജീവകാലത്തിൽ പ്രിപ്പയർ ആയിട്ട് നടക്കത്തുമില്ല. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നീ സ്നേഹിക്കുന്നതിൻ്റെ അടുത്ത ദിവസം സാറായിയോട് പോലും ചോദിക്കാതെ. കാരണം ദൈവത്തിൻ്റെ സുപ്രീമിനെ താൻ അനുസരിച്ചു. അതിനർത്ഥം ഭാര്യയോട് ചോദിക്കേണ്ട എന്നല്ല കേട്ടോ, ചോദിക്കണം. പക്ഷെ തൻ്റെ ഹൃദയത്തിൽ മരിച്ചു. ദൈവത്തെ താൻ ആഴമായിട്ട്. സാറായും അങ്ങനെ ആയിരുന്നു. സാറായും അതിന് വിശ്വസിച്ചെണ്ണിയെന്ന തൻ്റെ ജീവിതത്തിൽ എല്ലാം കഴിഞ്ഞിട്ടും ദൈവത്തെ വിശ്വസിച്ചെന്ന വാഗ്ദത്തത്തിന് കൂട്ടവകാശിയായിരുന്നു. ദൈവമായിരുന്നു അവരുടെ ലൈഫിലെ കുടുംബത്തിലെ ടോപ്പ്, അല്ലേ? ചില വീട്ടിൽ ഭർത്താക്കന്മാർ താഴുമ്പം ഭാര്യമാർ പറയും, പോയി യാഗം നടത്തിയിട്ട് വരാൻ പറയും. അനുസരിക്കാതിരിക്കല്ലേ, ദൈവം പറഞ്ഞ് അനുസരിച്ചാൽ പറ്റത്തുള്ളെന്ന് പറയും. ചില വീട്ടിലങ്ങനെ. നിങ്ങളുടെ ലൈഫിൽ ഇതൊക്കെ വലിയ പാഠമാകട്ടെ. അനുഗ്രഹം ഈസി അല്ല. അനുഗ്രഹത്തിലേക്ക് കയറണമെങ്കിൽ എന്ത് വേണമെന്നറിയാമോ? അനുസരണം ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഇത് പഴയ നിയമമല്ലേ? പുതിയ നിയമത്തിൽ അനുസരണം ഇമ്പോർട്ടൻ്റാണ്. വിശുദ്ധി ഇമ്പോർട്ടൻ്റാണ്. പ്രാർത്ഥിക്കാം, കണ്ണുകളെ അടയ്ക്കാം. ഓരോ ദൈവമക്കളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ.